ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷൻ ആരംഭിക്കുകയാണ്. കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. ഏതായാലും ഈ ഒരു ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ഡേ ആണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്, ഒരുപാട് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഏതായാലും ഇറാൻ ഇസ്രയേൽ സംഘർഷവും അതോടൊപ്പം തന്നെ ഇപ്പോൾ കാനഡയിൽ നടക്കുന്ന G7 സമ്മിറ്റും അടക്കം പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിക്കുന്ന ഒരു വീക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒപ്പം വിപണിയുടെ ഗതി പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ള മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസുമാണ്. അതോടൊപ്പം തന്നെ ക്രൂഡ് വിലയിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നു. ഇന്ന് മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് നിലവിൽ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. 24,758 എന്നുള്ള ഒരു നിലവാരത്തിൽ തന്നെ. മറ്റ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലേക്ക് നോക്കുന്ന സമയത്ത് ആദ്യ മിനിറ്റുകളിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള വ്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. സർ, ഇന്ന് ഈ ഒരു ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ഡേ ആണ്. നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ആഡ് ഓൺ ചെയ്യേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? ജാസ്മിൻ പറഞ്ഞ പോലെ ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് തന്നെ ആയിരിക്കും ഈ ആഴ്ച, അല്ലെങ്കിൽ അത് തീരും വരെ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്ന കാര്യം അത് തന്നെ ആയിരിക്കാം. കാരണം അതിൻ്റെ പുറകിൽ ഓയിൽ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ്, ഇപ്പം നമ്മൾ യുക്രൈൻ റഷ്യ അല്ലെങ്കിൽ ഹമാസ് ഇസ്രായേൽ പോലുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ നമ്മൾ കാണരുത് ഇസ്രായേൽ ഇറാനായിട്ട്. അതൊരു മച്ച് ലാർജർ ഇംപ്ലിക്കേഷൻസ് ഉള്ള ഒരു ചെറിയൊരു ഇപ്പോൾ ഇത്തിരി ഭേദപ്പെട്ട കോൺഫ്ലിക്റ്റായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പം ട്രംപ് പറയുന്നതിന് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം ട്രംപ് പറയുന്ന വാക്കാണ്, അതായത് ഇറ്റ് ഈസ് ഗോയിങ് ടു എൻഡ് സൂൺ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നു വ്ളാഡിമിർ പുടിനായിട്ട് 2 ദിവസം മുമ്പേ 1 മണിക്കൂർ ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നെന്നും വ്ളാഡിമിർ പുടിൻ്റെ അടുത്ത് ഇതൊന്ന് മീഡിയേറ്റ് ചെയ്ത് ഇറാനെ ഒന്ന് സമാധാനിപ്പിക്കണമെന്നും പറഞ്ഞതായിട്ട് ന്യൂസ് അദ്ദേഹം തന്നെ അറിയിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ. ഇപ്പോൾ ഇതിൻ്റെ നാൾ വഴികൾ നോക്കുകയാണെങ്കിൽ ഈ 2019 മുതലാണ് ഇതൊരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. അതായത് ഇറാൻ, അതായത് നമ്മളിപ്പോൾ അറിയാലോ ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി IAEA, ഈ IAEA മെമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും ന്യൂക്ലിയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ന്യൂക്ലിയർ അസറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളത് സിവിലിയൻ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നോൺ പൊലിഫറേഷൻ ട്രീറ്റി എന്ന് പറഞ്ഞൊരു ട്രീറ്റി ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ആയിട്ട് നമ്മൾ സൈൻ ചെയ്യണം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് ന്യൂക്ലിയർ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് നമുക്ക് ചിലപ്പോൾ പവർ ജനറേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പർപ്പസിനായിരിക്കാം എന്നുള്ളത് കമ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ IAEAയുടെ ഈ നോൺ പൊലിഫറേഷൻ ട്രീറ്റി നമ്മൾ സൈൻ ചെയ്യുക എന്നുള്ള. ഇറാൻ അതിൻ്റെ ഒരു സിഗ്നേറ്ററി ആണ് എന്നുള്ളതാണ്. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കൊരു ന്യൂക്ലിയർ അസറ്റ് ഉണ്ട്. അത് ഇന്ത്യ നോൺ പൊലിഫറേഷൻ ട്രീറ്റി നമ്മൾ സൈൻ ചെയ്തില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മളത് വെപ്പണായിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മളത് സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. നമ്മൾ വെപ്പണായിട്ടല്ല, അത് നമ്മൾ ഒരു സിവിലിയൻ ആക്ടിവിറ്റീസിനാണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ സൈൻ ചെയ്യണം. സൈൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഓഡിറ്റിനും അവരുടെ ഇൻസ്പെക്ഷനും നമ്മൾ വിധേയമാവേണ്ടതാണ്. 2019 മുതൽ ഇറാൻ ഈ പറയുന്ന പോലെ മാക്സിമം യുറേനിയം കളക്ട് ചെയ്യുകയും യുറേനിയം എൻറിച്ച്മെൻറ്റും ചെയ്യുന്നു. എൻറിച്ച്മെൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കിട്ടുന്ന യുറേനിയം എന്ന് പറഞ്ഞാൽ വലിയ പ്യൂരിറ്റി ഉള്ള സാധനമല്ല. നമ്മൾ അതിനകത്ത് നിന്ന് ആ പല എലമെൻസും എടുത്ത് കളയുമ്പോഴാണ് ഇത് പ്യൂരിറ്റി വരുന്നത്. അപ്പോൾ അവിടെ ഏതാണ്ട് 2% പ്യൂരിറ്റി ഉണ്ടായിരുന്ന യുറേനിയത്തിന് ഏതാണ്ട് 90% എൻറിച്ച്മെൻറ്റ് ഇറാൻ ചെയ്തു എന്നാണ്. അപ്പം ലോകം അതിനെ കാണുന്ന വെച്ചാൽ സിൻസ് ഇറാൻ ഈസ് ഡൂയിങ് ദിസ്, ദാറ്റ് മീൻസ് ദേ ആർ ഗോയിങ് ഫോർ എ ന്യൂക്ലിയർ ആർസനൽ റാദർ ദാൻ എ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഒരു സിവിലിയൻ പർപ്പസ് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ US-ഉം ഇസ്രായേലും പറയുന്നത് എന്താ വെച്ചാൽ അങ്ങനെയാണെന്നുണ്ട്. കാര്യം ഇറാനൊരു സ്റ്റേറ്റഡ് പൊസിഷനുണ്ട്. 1980 അടുപ്പിച്ച് വരെ ഇസ്രായേലും ഇറാനും അന്യോന്യം റെസ്പെക്റ്റ് ചെയ്ത് അവരുടെ സോവണിറ്റി, അതായത് 2 രാജ്യങ്ങളുടെയും എക്സിസ്റ്റൻസ് നമ്മൾ അന്യോന്യം റെസ്പെക്റ്റ് ചെയ്താണ് ആ 2 രാജ്യങ്ങളും പോയത്. ബട്ട് ഓഫ് ലേറ്റ് 1980 ശേഷം ഇറാൻ ഒരു ഹോസ്റ്റൈൽ ആക്ടിവിറ്റിയാണ് ഇസ്രായേലായിട്ട് എടുത്തിട്ടുള്ളത് എന്നുള്ള. അവർക്ക് അതിൻ്റേതായ റീസൺസ് ഉണ്ടാവും. നമുക്ക് അതിൻ്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസിൽ നമ്മളൊരു സൈഡ് പിടിക്കുന്നില്ല. ബട്ട് ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത്. അന്ന് മുതൽ തന്നെ ഇസ്രായേൽ പറയുന്നത് ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹമാസ് അതേപോലെയുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷനെയൊക്കെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഹൂതികളെ, ഹിസ്ബുള്ളകളെ അല്ലെങ്കിൽ ഹമാസിനെയൊക്കെ ഇസ്രായേലിന് എഗെയിൻസ്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കംപ്ലീറ്റ് ഇറാനാണ്. അതുപോലെ ഇറാൻ്റെ സ്റ്റേറ്റഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സിസ്റ്റൻസും സോവറിറ്റിയും റെസ്പെക്റ്റ് ചെയ്തിരുന്നവർ തമ്മിൽ വേണ്ട രീതിയിൽ ബന്ധം പോയില്ല 1980 ശേഷം. അപ്പോൾ ഇസ്രായേലിനെ ഒരു ത്രെട്ടായിട്ടും അതിനെ ഉന്മൂലനം ചെയ്യണം എന്നാണ് ഇറാൻ എപ്പോഴും പറയുന്നത്. അപ്പോൾ 2019 കൂടി യുറേനിയം എൻറിച്ച്മെൻറ്റ് ചെയ്ത് സിവിലിയൻ ആക്ടിവിറ്റിക്ക് അല്ലാതെ സൈൻ ചെയ്തതിന് ശേഷവും NPT സൈൻ ചെയ്തതിന് ശേഷവും അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് കാരണം ഇസ്രായേലിനൊരു പേടിയുണ്ട്. കാര്യം വെച്ചാൽ 2024 കുറേ മിസൈൽസ് ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാൻ്റെ ആ ഒരു പെരുമാറ്റം ഇസ്രായേലിനെ ഭയങ്കരമായിട്ട്
പേടിപ്പിക്കുന്നുണ്ട്. അതായത് ഇവർ ഈ ന്യൂക്ലിയർ വാർഹെഡ്സും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ എക്സിസ്റ്റൻസിന് ഒരു ഭീഷണിയാവാം, അതാവാൻ പാടില്ല എന്നുള്ളൊരു ന്യായത്തിലാണ് ഇസ്രായേൽ. ഇതിപ്പോൾ ശരിയാണോ തെറ്റാണോ ഏത് സൈഡാണ്, നമുക്ക് അങ്ങനെ ഒരു സൈഡേ നമുക്ക് മൈഫിൻ ചാനലിന് നമുക്കില്ല. നമ്മളെ സംബന്ധിച്ച് ന്യൂസുകൾ കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള, അപ്പോൾ അത് പ്രീ എംപ്റ്റീവായിട്ട് ഇസ്രായേൽ അടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ബട്ട് നമ്മളെ സംബന്ധിച്ച് അതിനകത്ത് ഗ്ലോബലി അതിനകത്ത് വരുന്ന ഇഷ്യൂ എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ യുദ്ധത്തിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാറില്ല. നമ്മുടെ ഒരു ചാനൽ സ്റ്റാൻസ് തന്നെ യുദ്ധത്തിന് നമ്മൾ എതിരാണ്, മനുഷ്യജീവനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നതെന്നുള്ള. ഇതിപ്പോൾ ഇറാനാണോ കറക്റ്റ് ഇസ്രായേലാണോ കറക്റ്റ് എന്നുള്ള ഒരു ഡിബേറ്റിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു മാർക്കറ്റിനും ബിസിനസ് അല്ലെങ്കിൽ ഫിനാൻസ് അല്ലെങ്കിൽ എക്കണോമി ഫീൽഡിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഓയിലിൻ്റെ കാര്യങ്ങളാണ്. ആ ഓയിലിൻ്റെ കാര്യത്തിൽ തന്നെ എവിടെയെങ്കിലും ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഓയിൽ തീർച്ചയായിട്ടും കയറും എന്നുള്ളത്. ഓയിൽ തീർച്ചയായിട്ടും കയറും, US ബോണ്ട് ഈൽഡ് കയറും, ഗോൾഡ് കയറും, സ്റ്റോക്ക് മാർക്കറ്റ്സ് കറക്റ്റ് ചെയ്യും, ഡോളർ സ്ട്രെങ്തൻ ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ഒരു ടിപ്പിക്കൽ കോപ്പി ബുക്കാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ വരുന്ന ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇറാനിൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും ഈ യുദ്ധത്തിൽ എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നത്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്ന് പറഞ്ഞാൽ ഇറാനിനും ഒമാനിനും ഇടയ്ക്ക് ഉള്ള ഒരു 33 കിലോമീറ്റർ ഒരു വാട്ടർ ചാനലാണ് ഈ പറയുന്നത് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് രാജ്യങ്ങളുടെ ഓയിൽ മൂവ്മെൻറ്റ് അവിടെയാണ്. എസ്പെഷ്യലി ഏഷ്യൻ കൺട്രീസിലേക്കുള്ള ഓയിലൊക്കെ അതുവഴിയാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ വെള്ളിയാഴ്ചയും ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചതും നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്തു. ഈ ആഴ്ച കംപ്ലീറ്റ് ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ആണ് വരുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യ അല്ലെങ്കിൽ ഇറാൻ, ഇറാഖ്, UAE, കുവൈറ്റ്, ഖത്തർ, ഇന്ന് ഇവരുടെയൊക്കെ ഓയിൽ ആൻഡ് ഗ്യാസ് മൂവ്മെൻറ്റ്സ് വരുന്ന ഒരു സ്ട്രെയിറ്റ് ആണ് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറഞ്ഞാൽ 33 കിലോമീറ്റർ. അതായത് ഒരു ദിവസം 17 മില്യൺ ബാരൽസ് ഓഫ് ക്രൂഡാണ് അതുവഴി പാസ് ഓൺ ചെയ്യണം. അതായത് ഗ്ലോബൽ ഓയിൽ ഔട്ട്പുട്ട് ട്രേഡിൻ്റെ 20% അതുവഴിയാണ് മൂവ് ചെയ്യണത്. അപ്പോൾ ഇറാൻ പലപ്പോഴായിട്ട് ഈ സ്ട്രെയിറ്റ് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു പലപ്പോഴായിട്ട്. ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം എന്താണ് ഇറാൻ അവിടെ ചെയ്യാൻ പോണെന്ന് കാര്യം, ഇറാന് ഈ സ്ട്രെയിറ്റിൻ്റെ തീരത്തൊക്കെ അവർക്ക് മിലിറ്ററി അസറ്റ്സ് ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ ഈസിലി അത് ബ്ലോക്ക് ചെയ്യാന്നുള്ള. അപ്പുറത്തുള്ളത് ഒമാനാണ്. ഒമാനൊന്നും അത്രയ്ക്ക് വലിയ ഒരു മിലിറ്ററി ശക്തിയോ അല്ലെങ്കിൽ ഈ വക ജിയോ പൊളിറ്റിക്കൽസിൽ വലിയ സേയോ എന്നുള്ള ഒരു രാജ്യമൊന്നുമല്ല. അപ്പോൾ ഇറാൻ എങ്ങനെയായിരിക്കും അതിനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളതാണ്. ഒരു JP മോർഗൻ റിപ്പോർട്ട് അനുസരിച്ച് നമ്മളത് വെള്ളിയാഴ്ച നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരുന്നു. അങ്ങനെ അത് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഓയിലിൻ്റെ വില $120 പെർ ബാരൽ വരെ പോവാമെന്നും പറയുന്നുള്ളൂ. മറ്റുള്ള എക്കണോമിസ്റ്റുകൾ പറയുന്നത് വേണമെങ്കിൽ 150 വരെ പോവാമെന്നും പറയുന്നുണ്ട്. ഇത്രയും നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു നെഗറ്റീവ് തന്നെയാവും. അങ്ങനെയാണെങ്കിൽ US പോലെയുള്ള രാജ്യങ്ങൾ ഇറാൻ എഗെയിൻസ്റ്റ് തിരിയും. ഞാൻ പറയുന്നത് ഓൾറെഡി ഇമോഷണലി അവർ എതിരാണെങ്കിൽ ഇനി ഇപ്പോൾ ഈ ഫിസിക്കലി ആൻഡ് മിലിറ്ററിലി പോലും തിരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്തിന് ഓയിൽ കയറിയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ റോ മെറ്റീരിയൽ ഓയിലാണ്. നമ്മളൊരു ഓയിൽ ക്രൂഡാണ് നമ്മുടെ ഏറ്റവും വലിയ ക്രൂഡിൻ്റെ വലിയൊരു കൺസ്യൂമറാണ് നമ്മൾ. അപ്പോൾ ക്രൂഡ് ഭയങ്കരമായിട്ട് കയറുക എന്ന് പറഞ്ഞാൽ കമ്പനീസിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും പ്രോഫിറ്റ് മാർജിനെയും എഫക്റ്റ് ചെയ്യും എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന പോലെ നമ്മുടെ ഇൻഫ്ലേഷൻ കുത്തനെ ഉയരും എന്നുള്ളതാണ്. ഇവിടുത്തെ പെട്രോളും ഡീസലും പ്രൈസസും കൂടും എന്നുള്ളത് നമ്മൾ നോക്കണം. പിന്നെ അതുപോലെ ഒരുപാട് ക്രൂഡ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റും ബലൂൺ ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. പിന്നെ ഷിപ്പിംഗ് റേറ്റ് ഭയങ്കരമായിട്ട് കയറുമല്ലോ. കാര്യം ഇവിടേക്ക് അൺസർട്ടൻറ്റി വരുമ്പോൾ ഗ്ലോബൽ ഷിപ്പിംഗ് പ്രൈസസ് കയറുമ്പോൾ നമ്മുടെ ഇവിടെയും വരുന്ന റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് കൂടും എന്നുള്ളതാണ്. റുപ്പി ഭയങ്കരമായിട്ട് ഡിപ്രീഷിയേറ്റ് ചെയ്യും ഡോളറായിട്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമ്മുടെ കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ ഇന്ത്യ വിൽ ഇൻക്രീസ്. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻസിനെ എഫക്റ്റ് ചെയ്യും, കമ്പനിയുടെ ഏർണിങ്സ് പോവും. ഒന്നാമത് ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റ് ഹൈ വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യണതെന്ന് നമുക്കറിയാം. അതിൻ്റെ കൂടെ നമുക്കറിയാം ഇപ്പോൾ ലാസ്റ്റ് ഒരു കൊല്ലമായിട്ട് 2025 റിസൾട്ട് എസ്പെഷ്യലി Q4 25 പോലും ഭയങ്കര എൻകറേജിംഗ് ആയിട്ടല്ല എങ്കിലും മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് നിൽപ്പുണ്ട്. ബട്ട് വേണ്ട രീതിയിൽ അത് റിസൾട്ട് അല്ലെങ്കിൽ ഏർണിങ്സ് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഡീറേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഹയർ ആണെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏർലി മെയ് മുതൽ ക്രൂഡ് 25% കയറിയിട്ടുണ്ടെന്നുള്ള. എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച മാത്രം ഏതാണ്ട് 7.9% കയറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ മാർക്കറ്റ് തുറങ്ങുമ്പോൾ 1% വരെ കയറി നിൽപ്പുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇതാണ് ഒരു സൈഡിൽ നടക്കുന്ന ഒരു കാര്യം എന്നുള്ളത് പറഞ്ഞു വയ്ക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നം ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ ഇതൊരു സ്ട്രാറ്റജി ആയിട്ടും പലരും പറയുന്നുണ്ട്. അതായത് ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് കംപ്ലീറ്റ് US ആണ് എന്നുള്ളൊരു സംസാരം പറയുന്നത്. നമ്മളും ഇത് പറഞ്ഞു വച്ചിരുന്നു എന്നുള്ള കാര്യം വെച്ചാൽ അതിൻ്റെ പുറകിൽ കംപ്ലീറ്റ് US ആണെന്നാണ് പറയുന്നത്. കാര്യം വെച്ചാൽ ഇപ്പോൾ ഇറാനും പറഞ്ഞിട്ടുണ്ട് US ആണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ള. അതിൻ്റെ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ US-നെ സംബന്ധിച്ച് US-ന് മാസീവ് ഡെപ്റ്റ് ഉണ്ട്. $34 ട്രില്യൺ ഡെപ്റ്റാണ് ഇപ്പോൾ തന്നെ US-നുള്ളത്. ഇപ്പോൾ അടുത്ത കാലത്ത് അറിയാലോ എലോൺ മസ്കും ട്രംപും തമ്മിൽ വഴക്കൂടിയ എന്താ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ അല്ലേ. ആ ബില്ല് കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് അവർ തമ്മിൽ ഒരു ചെറിയൊരു വാക്ക് കേൾക്കുണ്ടായി. കാര്യം ആ ബില്ലിൻ്റെ പ്രത്യേകത എന്താ, ഈ ടാക്സിനെ കൺട്രോൾ ചെയ്യണതും സ്പെൻഡിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ബില്ലാണ്. അപ്പോൾ അതായത് ആ സ്പെൻഡിങ് കൂട്ടാനാണ്
ട്രംപ് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ ബില്ല് വഴി. അങ്ങനെയാണെങ്കിൽ ഏതായാലും നമ്മൾ പറഞ്ഞു 3 ട്രില്യണോളം ഡെറ്റ് 2030-32 ആകുമ്പോഴത്തേക്കും കൂടും എന്നാണ് പറയുന്നത്. മേ ബി റിസർച്ച്. അത് മാത്രമല്ല ഈ ടാരിഫിന്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി പറഞ്ഞത് ഈ പറയുന്ന പോലെ ഈ ബോണ്ട് ഈൽഡ് കുറയ്ക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ ഉദ്ദേശം. കാര്യം ട്രംപിന് ഒരിക്കലും ഈ ഹയർ ഡെപ്റ്റിനെ റീഫിനാൻസ് ചെയ്യുമ്പോൾ ഹയർ ബോണ്ട് ഈൽഡിൽ ചെയ്യണ്ട എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇതൊക്കെ ഒരു മാർക്കറ്റ് സ്പെക്കുലേഷൻ മാത്രമാണ്. അപ്പോൾ ഈ ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? ഈ ഓയിലിനൊക്കെ ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ സാധാരണ വേൾഡിൽ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരുമ്പോൾ പൈസ, ഗ്ലോബൽ മണി വിൽ ചേസ് സേഫർ ഹെവൻസ്. ആ സേഫർ ഹെവൻ എന്ന് പറയുന്നത് ഏതാ? ഒന്ന് ഗോൾഡ്, രണ്ടാമത്തെ പറയുന്നത് US ബോണ്ട് ഈൽഡ് അല്ലേ. US ബോണ്ട് ഈൽഡിലേക്ക് പൈസ ട്രാൻസ്ഫർ ആവും. അതാണ് അമേരിക്കയ്ക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഈ കോൺഫ്ലിക്റ്റിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ സേഫർ ഹെവൻസിലേക്ക് പൈസ പോകും. ഒന്ന് ഗോൾഡ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടാമതൊന്ന് വേണം US ബോണ്ട് ഈൽഡിലേക്ക് പോകും. US ബോണ്ട് ഈൽഡിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബോണ്ടിന്റെ വില കൂടും, ഈൽഡ് കുറയും. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ US ബോണ്ട് 100 rupees ആണെന്ന് വിചാരിക്കുക. അതിന് 5% ഈൽഡ്, ഇൻട്രസ്റ്റ് എന്ന് കണക്കാക്കിയാൽ മതി. ഈൽഡ് നിന്ന് 5% ഈൽഡ് എന്ന് വിചാരിക്കുക. അപ്പോൾ 100 രൂപയുള്ള ബോണ്ടിൽ ഒരുപാട് പേര് വന്ന് ബോണ്ട് മേടിക്കുമ്പോൾ ബോണ്ട് ലിമിറ്റഡ് ആണല്ലോ. ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ബോണ്ട്സ്. അപ്പോൾ ബോണ്ടിന്റെ വില 100 രൂപയിൽ നിന്ന് 125 രൂപയായി മാറും. അപ്പോൾ 5 രൂപ ഈൽഡ് ഉണ്ടായിരുന്നത് എന്താവും? കുറഞ്ഞ് 4 ഈൽഡാവും. റൈറ്റ്. അതാണ് ഈ ട്രംപിന്റെ സ്ട്രാറ്റജി എന്നാണ് പറയപ്പെടുന്നത്. കാര്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഈൽഡ് കുറച്ച് കൊടുത്താൽ മതി. US റീഫിനാൻസ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻഫ്ലേഷൻ കൂൾ ഓഫ് ചെയ്യും. ഇൻഫ്ലേഷൻ കൂൾ ഓഫ് ചെയ്യുമ്പോൾ ഫെഡിന് കട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറെ, അതായത് മാത്രമല്ല ലോവർ ബോണ്ട് ഈൽഡ് വിൽ ഹെൽപ്പ് US സ്റ്റോക്ക് മാർക്കറ്റ്. അവിടുന്ന് പൈസ മാറി നേരെ US സ്റ്റോക്സിലേക്ക് പോകും, ഗ്ലോബൽ മണിയും USലേക്ക് പോകും. അപ്പോൾ വിൻ സിറ്റുവേഷൻ ഏതായാലും ട്രംപിന് അവിടെ കിട്ടും, ബോണ്ട് ഈൽഡിലേക്ക് ബൈയിങ് വരികയാണെങ്കിൽ എന്നാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിപ്പോൾ ഇത്രയും സിറ്റുവേഷൻ നടന്നു. ഇപ്പോൾ വെള്ളിയാഴ്ച ഇത് തുടങ്ങി, വെള്ളി, ശനി, ഞായർ, തിങ്കളാകുമ്പോഴത്തേക്കും ബോണ്ട് ഈൽഡ് കയറിയിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള വാസ്തവം എന്ന് പറയുന്നത്. അതായത് there are no takers for US bonds. ഒന്നാമത് ജപ്പാനും ചൈനയാണ് ഇത് ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യുന്നത്. അവർ സെല്ല് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ കേട്ടത് തന്നെ. ഇപ്പോൾ ആരും അത് ബൈ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ലാർജർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ US ആസ് എ സേഫ് എക്കണോമി അല്ലെങ്കിൽ സേഫ് ഹെവൻ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ ടു എ സേഫർ അസറ്റ്സ് എന്നുള്ളത് US അത് ലൂസ് ചെയ്യുന്നോ ഇല്ലേ എന്നുള്ളത് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം കംപ്ലീറ്റ്. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഇത് അതൊന്നും ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം. ആദ്യം നമുക്ക് സംഭവിക്കേണ്ടത് ഈ പറയുന്ന പോലെ യുദ്ധം നിൽക്കുക എന്നുള്ളത്. അതിനുശേഷം മാത്രമേ നമുക്കിതിൽ എന്തെങ്കിലും പറയാവൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കൊന്ന് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഈ ക്രൂഡ് ലെവൽ ഉണ്ടല്ലോ, ഈ ക്രൂഡ് ലെവലൊക്കെ ഇതേപോലെ നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ ടീ എക്സ്പോർട്സിനെ ചിലപ്പോൾ ഇറാൻ ഇഷ്യൂലൊന്ന് അഫക്റ്റ് ചെയ്തേക്കാം. അതായത് ഇന്ത്യക്ക് വലിയൊരു മാർക്കറ്റാണ് ഇറാൻ, അതായത് ഇന്ത്യൻ ടീക്ക്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിലെ ടീ കമ്പനീസ് ആയ ടാറ്റ കൺസ്യൂമർ, HUL, മക്ലോഡ് റസൽ, ജയശ്രീ ടീ, CCL പ്രോഡക്ട്സ്, റോസൽ ഇന്ത്യ, ഹാരിസൺ മലയാളം പോലുള്ള സ്റ്റോക്സ് ഒക്കെ ഒന്ന് ഇൻവെസ്റ്റർ ഒന്ന് വാച്ച് ചെയ്യേണ്ടതാണ്. കാര്യം ഇറാനിൽ ചിലപ്പോൾ അടുത്ത കാലത്തേക്ക് നമുക്ക് ഇനി എക്സ്പോർട്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ള. രണ്ടാമത് നമുക്ക് അഫക്റ്റ് ചെയ്യാൻ ഈ യുദ്ധം കാരണം അഫക്റ്റ് ചെയ്യാൻ ഓയിലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പം നമ്മൾ ടീയെ കുറിച്ച് പറഞ്ഞു. ബസ്മതി റൈസ്, അതായത് ഇന്ത്യ ഏതാണ്ട് 4 million to 6 million ബസ്മതി റൈസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ 7 ലക്ഷം മുതൽ 7 ലക്ഷം തൊട്ട് 8 ലക്ഷം വരെ ഏതാണ്ട് ഇറാനിലേക്കാണ്. അപ്പോൾ ഇറാനിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാരണം ബസ്മതി റൈസ് എക്സ്പോർട്സ് ചിലപ്പോൾ ഒന്ന് ഡിസ്റപ്റ്റഡ് ആയേക്കാം. KRBL, LT ഫുഡ്സ്, കോഹിനൂർ, ചമൻലാൽ സേഠിയ ഇവരൊക്കെയാണ് അതിൻ്റെ മെയിൻ പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്ന കാര്യം വെച്ചാൽ നമ്മുടെ ഇവിടുന്ന് ഏതാണ്ട് 1500 MBBS സ്റ്റുഡൻസ് ഇറാനിൽ പഠിക്കുന്നുണ്ട്. MBBS പഠിക്കാനായിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ 60% ആൾക്കാരും ഈ പറയുന്ന പോലെ കാശ്മീരിൽ നിന്നുള്ളതാണ്. 60% സ്റ്റുഡൻസ് ആർ ഫ്രം കാശ്മീർ എന്നുള്ളത് വളരെ എന്താ പറയുക അസ്റ്റോണിഷിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആയിട്ടാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു റെപ്രസെൻറ്റേഷൻ പ്രൈം മിനിസ്റ്ററിൻ്റെ അടുത്ത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനും പറഞ്ഞിട്ടുണ്ട് സേഫ് ആയിട്ട് അവരെ ഒന്ന് ഇവാക്യുവേറ്റ് ചെയ്യണമെന്ന്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ വി ആർ ഇൻ കോൺസ്റ്റന്റ് ടച്ച് വിത്ത് സ്റ്റുഡൻസ് ഇൻ ടെഹ്റാൻ. അതും ടെഹ്റാനിലാണ്. അത് മിക്ക സ്റ്റുഡൻസും സേഫ് തന്നെയാണ്. അല്ലാണ്ട് വൾണറബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ഞങ്ങൾ റീലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു ഇൻഫർമേഷനും കൂടി അവർ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി നമുക്ക് ഈ ആഴ്ച ഇപ്പം നമുക്ക് നോക്കേണ്ട കാര്യം. അപ്പോൾ ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ച് നമുക്ക് ശരിക്കും 24,000 to 400, 24,400ഉം 24,500 ഉള്ളിൽ നമുക്കൊരു സപ്പോർട്ട് മാർക്കറ്റിന് കിട്ടണം.
മാർക്കറ്റിന്റെ ഒരു സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് ഓപ്പൺ ചെയ്തതെന്നാണ് ഞാൻ നേരത്തെ കണ്ടത്. ബട്ട് ഈവൻ ദെൻ നമുക്ക് തോന്നുന്നു വളരെ ക്ലോസ് ആയിട്ടൊന്ന് നമുക്ക് വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. രണ്ട് സ്റ്റോക്കുകൾ നമുക്ക് കുറച്ചുകൂടി, നമ്മളിപ്പോൾ ഈ ടീ കമ്പനീസ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതും നമ്മൾ പറഞ്ഞു വെച്ചല്ലോ, അതായത് ഈ റൈസ് എക്സ്പോർട്ടിംഗ് ഉണ്ട്. അതുകൂടാതെ വേദാന്തയുടെ ഒരു മീറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ വേദാന്തയുടെ മീറ്റിംഗിൽ പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു ഡിവിഡൻഡിന് വേണ്ടിയിട്ടാണെന്നുള്ളത് ആ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യണം. പിന്നെ സി എന്റർടൈൻമെന്റ് എന്റർപ്രൈസ് നമ്മൾ ഇതേപോലെ സ്പോട്ട്ലൈറ്റിൽ പറഞ്ഞൊരു സ്റ്റോക്കാണ്. അതിനുശേഷം 10-35% റിട്ടേണും തന്നു എന്നുള്ളത് നമ്മൾ സ്റ്റോക്ക് ഐഡിയായിട്ട് പറഞ്ഞല്ല, ഒരു സ്റ്റോക്ക് നമ്മുടെ ജനങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അവർ ഒരുപാട് അനലിസ്റ്റുകളെ ഈ ആഴ്ച കാണുന്നുണ്ടെന്നുള്ള, അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് സെൻട്രൽ ബാങ്ക് മീറ്റിംഗ്സ് ഇപ്രാവശ്യം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യം തന്നെ നേരത്തെ പറഞ്ഞ പോലെ G7 മീറ്റിംഗ് ആണ്, അതിന് ട്രംപ് പങ്കെടുക്കുന്നുണ്ട്, നമ്മുടെ ഇവിടുന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്ററും പങ്കെടുക്കുന്നുണ്ട്. അതുകൂടാതെ ഒരുപാട് സെൻട്രൽ ബാങ്ക്സ്, അതായത് ഫെഡിന്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്, ബാങ്ക് ഓഫ് ജപ്പാന്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നടക്കുന്നുണ്ട്, സ്വിസ് നാഷണൽ ബാങ്കിന്റെ നടക്കുന്നുണ്ട്. അതുകൂടാതെ 7 രാജ്യങ്ങളുടെ ഇനി വരാൻ പോണ 7-10 ദിവസങ്ങൾ നടക്കുന്നു. അപ്പോൾ ഒരുപാട് കമന്ററി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോലെ G7 മീറ്റിംഗ് ഉണ്ട്, അതുകൂടാതെ നേറ്റോ രാജ്യങ്ങളുടെ ഒരു മീറ്റിംഗ് കൂടെ ഉണ്ട്. അപ്പോൾ ഒരുപാട് കമന്ററി നമുക്ക് എക്സ്പെക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒരു ഈവൻഫുൾ വീക്കാണ്. നമുക്ക് ഏതായാലും പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം ഈ വാർ ഇവിടെ തന്നെ നിൽക്കട്ടെ, എസ്കലേഷൻ വരാൻ മനുഷ്യജീവനും വേൾഡ് പീസും എസ്റ്റാബ്ലിഷ് ചെയ്യട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. യെസ്, ഏതായാലും ഒരുപാട് ഡാറ്റകളും അതോടൊപ്പം തന്നെ യുദ്ധം തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്വാധീനിക്കുന്ന ഒരു വീക്ക് തന്നെയാണ്. സർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് കമന്ററി വരാനിരിക്കുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു വ്യാഴാഴ്ച അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് ഏറ്റവും അധികം നമ്മളെ നിരാശപ്പെടുത്തിയ അല്ലെങ്കിൽ ആശങ്കാജനകമാക്കിയ ഒരു വാർത്ത എന്ന് പറയുന്നത് എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് ക്രാഷ് തന്നെയായിരുന്നു. അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിൻ്റെ ഒരു ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് കിട്ടുന്നത്. വിമാനം ഇടിച്ചിറങ്ങിയ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ റൂഫ് ടോപ്പിൽ നിന്നാണ് ആദ്യത്തെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത്. ഏതായാലും ഈ ഒരു വിമാന ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അന്വേഷണത്തിൽ തീർച്ചയായിട്ടും നിർണായകമാകുന്ന ഒരു പോയിന്റ് ആണ് ഈ ഒരു ബ്ലാക്ക് ബോക്സിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത് കണ്ടെത്തിയിരിക്കുന്നത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ്. ഒപ്പം ഇന്നത്തെ ഒരു അപ്ഡേഷൻ കൂടി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സ് കൂടി സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ കണ്ടെത്തിയിരിക്കുന്നു. ബ്ലാക്ക് ബോക്സിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുന്നോട്ടുള്ള അന്വേഷണം നടക്കുക. ഒപ്പം തന്നെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡും കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡും അടങ്ങിയതാണ് ഈ ഒരു ബ്ലാക്ക് ബോക്സ് എന്നതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ്. ഇനി എത്തരത്തിലായിരിക്കും സർ ഇതിന്റെ ഒരു അന്വേഷണം നടക്കാനുള്ള ഒരു സാധ്യതയുള്ളത്? ജാസ്മിൻ, ജസ്റ്റ് നമ്മൾ നേരത്തെ ഒരു US സ്ട്രാറ്റജിയെ കുറിച്ച് പറഞ്ഞല്ലോ, US ആണ് ഇസ്രായേലിന്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ അത് പറയാനുള്ള റീസൺ എന്നറിയോ? പണ്ടൊരു ഓപ്പറേഷൻ നോർത്ത് വുഡ് എന്നൊരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ അമേരിക്ക ഫീഡൽ കാസ്ട്രോന്റെ ക്യൂബേനെ നേരിടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മിലിറ്ററി സ്ട്രൈക്ക് നടത്താൻ വേണ്ടി അദ്ദേഹം ഒരു കേസ് ബിൽഡ് ചെയ്തു. അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, സാധാരണ US വാർഷിപ്സിനെ അമേരിക്ക തന്നെ അറ്റാക്ക് ചെയ്യും, സിവിലിയൻ സ്ട്രക്ചേഴ്സിനെ അറ്റാക്ക് ചെയ്യാനുള്ള സിനാരിയോസ് ഉണ്ടാക്കും. ഇതൊക്കെ ഉണ്ടാക്കി ഗ്ലോബൽ ആ ഒരു ഒപ്പീനിയനില്ലേ, ആ ക്യൂബയ്ക്ക് എഗെയിൻസ്റ്റ് ആക്കുന്ന ഒരുപാട് എന്താ പറയുക ഇന്റേണൽ ഹാൻഡ് ജോബ്സ് അമേരിക്ക നടത്തുന്നതിന് വലിയ ഫേമസ് ആണ്. അതായത് ഓപ്പറേഷൻ നോർത്ത് വുഡ് എന്ന് പറഞ്ഞത് അത് തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട്. അപ്പോൾ ആ ഓപ്പറേഷൻ നോർത്ത് വുഡ് ഇതിന് മുമ്പേ സംഭവിച്ചുകൊണ്ടാണ് പലരും US-ന്റെ സ്ട്രാറ്റജിയെക്കുറിച്ച് ഇപ്പോഴും ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് പറയുന്നതാണ്. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ബോയിങ്ങിൻ്റെ കാര്യങ്ങൾ നമ്മളിപ്പോൾ പറയുമ്പോൾ അതിനകത്ത് ഈ വീക്കെൻഡ്, അതായത് ഒരു കൊല്ലം നടന്ന ഒരു സംഭവമാണ്. പറ്റുമെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ ആ വീഡിയോ കാണണം. അതായത് യൂട്യൂബിൽ US സെനറ്റർ ജോഷ് ഹോളി ഈ ബോയിങ് CEO ഡേവിഡ് കാൽഹോണിനെ ഇൻ്ററോഗേറ്റ് ചെയ്യണേ, അതായത് അവരെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്, കാണേണ്ട വീഡിയോ ആണ്. അതിനകത്ത് പച്ചയ്ക്ക് ചോദിക്കുകയാണ് CEO-ൻ്റെ അടുത്ത്, താങ്കളുടെ ശമ്പളം എന്തൂരം ഉയർന്നു, എന്നിട്ടും അവിടുത്തെ എംപ്ലോയീസിൻ്റെ ശമ്പളം ഉയർത്തിയില്ല. താങ്കളാണ് റീസൺ ബോയിങ്ങിൻ്റെ ഈ മോശമായിട്ടുള്ള സ്ഥിതിക്ക്. താങ്കൾ എന്തുകൊണ്ടോ ബോയിങ്ങിനെ ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്ത് എല്ലാ ആക്ടിവിറ്റിയും വെട്ടിക്കുറച്ച് അതിൻ്റെ ഓഡിറ്റും എല്ലാം കുറച്ച് പ്രോഫിറ്റ് മാത്രം കണ്ടാണ് താങ്കൾ പോകുന്നത് എന്നിങ്ങനെ പച്ചയ്ക്ക് സ്ട്രിപ്പ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനിങ് ഉണ്ട്. അത് കാണേണ്ടതാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് വളരെ പോപ്പുലറായി. കാര്യം ഈ ബോയിങ്ങിനെ കുറിച്ച് നമ്മൾ ഈ പറയുമ്പോഴൊക്കെ ലോകത്ത് നമ്മൾ ഇത് പറയാതിരിക്കാൻ പറ്റൂല എന്ന് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ബോയിങ്ങിൽ താങ്കളുടെ മാനേജ്മെൻറ്റിലാണ് ഈ ബോയിങ് ഇത്രയും നശിച്ചത്. കാര്യം ഒരുപാട് പേര് അതിനകത്ത് നിന്ന് തന്നെ വിസിൽ ബ്ലോവേഴ്സ് വന്നിട്ട് കോൺഗ്രസിനും സെനറ്റേഴ്സിനും അവർ ടെസ്റ്റിമോണി കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് ഇത്രയും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തു എന്ന് ചെയ്തിട്ട് അവരെ നിങ്ങൾ പുറത്താക്കിയെന്ന് മാത്രമല്ല അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ ജീവന് ഭീഷണി ഉണ്ടാക്കുകയും ചെയ്തു ബോയിങ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. ഇതൊക്കെ പച്ചയ്ക്ക് ചോദിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ജനങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിന് അത് കണ്ട കൊള്ളായിരിക്കുന്നു. കാര്യം നമ്മുടെയൊക്കെ ജീവൻ അതിലാണല്ലോ ഇരിക്കുന്നത്. കാര്യം എയർ എന്ന് പറയുന്നത് നമുക്കറിയാലോ യൂസ് ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ള. പിന്നെ ഈ പറഞ്ഞ പോലെ 11A സീറ്റിനെ കുറിച്ചും ഡിസ്കഷൻ ഉണ്ടായി. അതായത് ഇതേപോലെ ഒരു ലോൺ സർവൈവർ നമ്മൾ അതിനകത്ത് വിശ്വാസ് കുമാർ ശർമ്മ അല്ലേ, വിശ്വാസ് കുമാർ ശർമ്മയുടെ കാര്യം പറയുമ്പോൾ 11A സീറ്റിൽ ഇതേപോലെ ഒരു തായ് എയർവേസിലും
ഒരു റുങ്സാക്ക് എന്ന് പറഞ്ഞൊരു തായ് ആക്ടർ ആൻഡ് ഒരു സെലിബ്രിറ്റി രക്ഷപ്പെട്ടതായിട്ടുണ്ട്. അപ്പോൾ 11A സീറ്റിനുള്ള ഡിസ്കഷൻസ് ആണ് കൂടുതലും നടക്കണമെന്നുള്ളത്. ബട്ട് ബേസിക്കലി അതിലൊന്നും പറയാനില്ല. എമർജൻസി എക്സിറ്റിന് അടുത്തുള്ളതുകൊണ്ട് മേ ബി ആയിരിക്കാം, അല്ലെങ്കിൽ ഇദ്ദേഹം ത്രോൺ ഔട്ട് ആയി പോയായിരിക്കും. എന്തായാലും അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് വലിയ സന്തോഷം ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ അറിയോ ജാസ്മിൻ, അതായത് നമ്മളിപ്പോൾ ഇതിനകത്ത് സംസാരിച്ച് വരുമ്പോൾ ഈ അഹമ്മദാബാദ് ഇൻസിഡൻ്റ് ഉണ്ടല്ലോ, അത് സാധാരണ ഞാൻ എപ്പോഴും നോക്കുന്നത് നമുക്കൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് റയാൻ ബോഡ് ഹെയ്മർ എന്നാണ്. ബോഡൻ ഹെയ്മറിൻ്റെ ഈ പോഡ്കാസ്റ്റുകൾ വളരെ ഫേമസ് ആണ്. അതായത് മാക്സ് ആഫ്റ്റർ ബേണർ എന്നാണ് ആ പോഡ്കാസ്റ്റിൻ്റെ പേര്. ഇപ്പോൾ റയാൻ ബോഡൻ ഹെയ്മർ ഒരു ഈ സംഭവം നടന്നതിന് ശേഷം, അതായത് ലോകത്തിൽ എന്തെങ്കിലും ഏവിയേഷനിൽ എന്തെങ്കിലും സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പോഡ്കാസ്റ്റ് ചെയ്യും. നമ്മളൊക്കെ അതൊരു ഉറ്റു നോക്കണമെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ഒരു, അദ്ദേഹം എന്ന് പറഞ്ഞൊരു F-16 ഫൈറ്റർ പൈലറ്റ് ആയിരുന്നു. അത് മാത്രമല്ല എയർബസും ബോയിങ് ഒക്കെ ഓടിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മളൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കും. അപ്പോൾ അദ്ദേഹം ഈ അഹമ്മദാബാദ് എയർ ക്രാഷിൽ കണ്ട കാര്യങ്ങൾ വെച്ചിട്ട്, അതായത് നമുക്ക് ആ വീഡിയോ മാത്രമേ ഉള്ളൂ, ഇതുവരെ ബ്ലാക്ക് ബോക്സിൽ നിന്ന് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ ഇനിയിപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സ്റ്റോറി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് 2-3 കാര്യങ്ങൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ഇതിനകത്ത് കുറ്റം പറയുന്നത് കോ പൈലറ്റ് ക്ലൈവ് കുണ്ടറിനെയാണ്. നമുക്കത് പറയുന്നതിൽ വിഷമമുണ്ട്. കാര്യം ഈ ക്ലൈവിൻ്റെ മരണവും സംഭവിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ ആ ഒരു നെഗറ്റീവ് വർത്തമാനം പറയുന്നത് ശരിയല്ല എന്നറിയാം. ബട്ട് ഈ പോഡ്കാസ്റ്റിൻ്റെ കണ്ടൻസ് നമുക്ക് പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം വെച്ചാൽ, ഈ ടേക്ക് ഓഫ് ചെയ്യാൻ നേരത്തെ ഈ ക്യാപ്റ്റൻ കൂടുതലും ഫ്ലൈയിങ്ങിൻ്റെ കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ റൺവേ അങ്ങനത്തെ കാര്യങ്ങളും സറൗണ്ടിങ്സും ഒക്കെയാണ് ക്യാപ്റ്റൻ നോക്കുന്നത്. കോ പൈലറ്റ് ചെയ്യേണ്ട ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ നേരത്ത് ക്യാപ്റ്റൻ പറയും ഗിയർ അപ്പ് എന്ന് പറയുമ്പോൾ ഈ എന്താ പറയുക, പൈലറ്റ് ഈ ലാൻഡിങ് ഗിയർ റിട്രാക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ആ വീഡിയോയിൽ ലാൻഡിങ് ഗിയർ റിട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. കാര്യം അതിൻ്റെ വീൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ആ വീല് നിൽക്കുന്നതാണെങ്കിൽ ഒരു ഡ്രാഗ് ആയിരിക്കും, ഈ ഫ്ലൈറ്റിന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ കോ പൈലറ്റ് മിസ്റീഡ് ചെയ്തോ മെയിൻ പൈലറ്റിനെ, ചീഫ് പൈലറ്റിനെ, അല്ലെങ്കിൽ ഇത് കേട്ടിട്ടില്ല. ഒന്നാമത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലൈയിങ് ഇൻഎക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അപ്പോൾ ക്ലൈവ് കുണ്ടർ ഈ പറഞ്ഞ പോലെ വേണ്ട രീതിയിൽ അവിടെ ആക്ട് ചെയ്തില്ല എന്നൊരു അലഗേഷനാണ് ഒന്ന് പറയുന്നത്. രണ്ടാമത് ഈ പറയുന്ന പോലെ 100 ടൺസ് ഓഫ് ഫ്യൂവലും 9 അവർ ഫ്ലൈറ്റിന് അതിനകത്ത് ഉണ്ടെന്നുള്ള. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത് ഡ്രാഗിനൊരു ഇഷ്യൂ ആവുന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വിങ്ങിലുള്ള ഒരു ഫ്ലാഗ് നല്ല രീതിയിൽ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. ഈ 2 വിസിബിൾ ആയിട്ടുള്ള നോട്ടീസസ് ആണ് അതിനകത്ത്, നോട്ടിഫിക്കേഷൻസ് ആണ് അദ്ദേഹം ഇതിനകത്ത് ഒരു റീസൺ ആയിട്ട് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കോ പൈലറ്റിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. നമുക്കത് പറയാൻ വിഷമമുണ്ട്. കാര്യം കോ പൈലറ്റിൻ്റെ ജീവനും പൊലിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്താ പറയുക, ലെറ്റും റെസ്റ്റ് ഇൻ പീസ് എന്നല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ പറയുന്ന ഒരു റീസൺ ബേർഡ് സ്ട്രൈക്ക് ആവാം. ബേർഡ് സ്ട്രൈക്ക് ഒരു എഞ്ചിൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് ഇത് രണ്ടും പോയി എന്നാണ് പറയുന്നത്. കാര്യം വെച്ചാൽ ആ സർവൈവർ പറയുന്ന ഒരു സൗണ്ട്, ഒരു എക്സ്പ്ലോഷൻ കേട്ടു എന്നാണ്. അപ്പോൾ മിക്കവാറും അങ്ങനെയും ഒരു സിനാരിയോ ഉണ്ടാവും. 3 എന്ന് പറയുന്നത് കണ്ടാമിനേറ്റഡ് ഫ്യൂവൽ ഉണ്ടെങ്കിലും ഇത് സംഭവിച്ചേക്കാം. പിന്നെ ഫോൾട്ടി മെയിൻ്റനൻസ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും കൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ജാസ്മിൻ പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട് അല്ലേ, ബ്ലാക്ക് ബോക്സ് കിട്ടിയിട്ടുണ്ട്. ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു ഓറഞ്ച് ടു യെല്ലോ ഷെയ്ഡാണ്. അത് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഏത് ക്ലൈമാറ്റിക് കണ്ടീഷനിലും അത് കളഞ്ഞു കിട്ടിയാൽ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ ഹൈ വേവ് ലെങ്ത് ഉള്ള ഒരു കളറാണ് അതിന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനകത്ത് ബേസിക്കലി നമുക്കുള്ളത് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ, അതായത് ഫ്ലൈറ്റിൻ്റെ ഏവിയോണിക്സും മറ്റുള്ള ഡീറ്റെയിൽസും, അതായത് എത്ര സ്പീഡായിരുന്നു, എന്തായിരുന്നു, അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ഒക്കെ റെക്കോർഡ് ചെയ്യണതാണ് ഈ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ എന്ന് പറഞ്ഞാൽ FDR. അതും അതിനകത്തുണ്ട്. അതുകൂടാതെ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, അങ്ങനെ ഒരു വേറൊരു ഇൻസ്ട്രുമെൻറ്റും കൂടെ അതിനകത്ത് എൻകാസ് ചെയ്തിട്ടുണ്ട്. അതായത് കോക്പിറ്റ് വോയിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ATC ആയിട്ട് എന്ത് സംസാരിച്ചു, ക്യാബിൻ ക്രൂസും ക്യാപ്റ്റൻസും അല്ലെങ്കിൽ ക്യാപ്റ്റനും കോ പൈലറ്റും തമ്മിൽ എന്തൊക്കെയാണ് കോൺവെർസേഷൻ നടന്നെന്നുള്ള വോയിസും അതിനകത്ത് സ്റ്റോർ ചെയ്ത്. അപ്പോൾ ഇത് രണ്ടുമാണ് ബ്ലാക്ക് ബോക്സിനകത്തുള്ളത്. അത് റിട്രീവ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അതിൻ്റെ ഒരു അനാലിസിസ് നടക്കുന്നുള്ളതാണ്. ഈ കേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി സ്റ്റീലും ടൈറ്റേനിയവും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കാര്യം വെച്ചാൽ ഇത് എവിടെ വീണാലും ചിലപ്പോൾ ഒരു ഹൈ ടെമ്പറേച്ചർ, അതൊരു തീയെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണം, ഐസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണം, ഒരു വെളിച്ചം പോലും അതിനകത്ത് കയറാൻ പാടില്ല, വെള്ളം കയറാൻ പാടില്ല, കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിരിക്കണം. ഇങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് വരുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന പോലെ നമ്മൾ ഈ പറയുന്ന പോലെ ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ. അതൊരു കമ്പനിയുടെ മോണോപ്പൊളി ഒന്നുമില്ല, ഒരുപാട് കമ്പനി ചെയ്യുന്നുണ്ട്. L3 ഹാരിസ് എന്ന് പറഞ്ഞ കമ്പനി ചെയ്യുന്നുണ്ട്, ഹണിവെൽ ചെയ്യുന്നുണ്ട്, കേർട്ടിസ് റൈറ്റ് ചെയ്യുന്നുണ്ട്, സഫ്രാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുറേ കമ്പനികൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് HAL ഈ ബ്ലാക്ക് ബോക്സ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് ഡൊമസ്റ്റിക് പാസഞ്ചർ ഫ്ലൈറ്റ്സിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ മിലിറ്ററി ഫ്ലൈറ്റ്സിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ ബേസിക്കായിട്ട് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ എന്താ ഒരു
ഒരു രസകരം എന്ന് തന്നെ പറയാൻ പറ്റില്ല, ഇൻസിഡൻ്റായിട്ടുള്ള കാര്യം, ഒരു ട്രാവൽ ബ്ലോഗ് ഈ അഹമ്മദാബാദ് ആക്സിഡൻറ്റ് നടക്കുന്നതിന് 2 ദിവസം മുമ്പേ നിങ്ങൾ 11A സീറ്റ് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. കാര്യം വെച്ചാൽ അത് ക്രാംഡ് സ്പേസ് ആണ്, ആ ട്രാവൽ ചെയ്യാൻ സുഖമില്ല, എമർജൻസി എക്സിറ്റിന്റെ അടുത്താണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇറങ്ങി. അതൊരു കോയിൻസിഡൻസ് മാത്രമാണ് കേട്ടോ. അപ്പോൾ അത് സംഭവിച്ചു. ഇപ്പം നമ്മൾ പറയുന്നത് 11A സീറ്റാണ് അത് ഈ പറഞ്ഞ പോലെ ഒരു മനുഷ്യജീവൻ രക്ഷിച്ചതെന്നുള്ള. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊന്ന് ഒരു പ്രീ മാർക്കറ്റ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ഒരു ഹാൻഡ് ഓവർ എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കേണ്ടത്. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇൻസിഡൻ്റ് ആണ്. കോ പൈലറ്റിനെ നമ്മൾ അക്യൂസ് ചെയ്തതല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കേട്ട കാര്യം. ആ പോഡ്കാസ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, എല്ലാവരും അക്കാഡമിക് പ്രൊഫസറിന് കേൾക്കുക. അത് പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ആ US കോൺഗ്രസ്മാൻ ബോയിങ് ചെയർമാൻ സിഇഒനെ ഗ്രിൽ ചെയ്യുന്നില്ലേ, ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കാഡമിക്കലി കുറച്ചൊരു നല്ല ഒരു സപ്പോർട്ട് ആയിരിക്കും എന്ന് പറഞ്ഞു വെക്കുന്നു ജാസ്മിൻ. ഏതായാലും നമുക്കിപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. അതിനായിട്ട് റിസർച്ച് ഡെസ്കിൽ നിന്ന് അനിലയാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് അനില. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. ഏതായാലും ഇന്ന് ഈ ഒരു ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ഡേ ആണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലേക്ക് മാറുന്നുണ്ട്. ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് നിലനിൽക്കുന്നുണ്ട്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലുകൾ ഇനി നിർണായകമാണ്. ഇൻഡെക്സുകളിലേക്ക് നോക്കുന്ന സമയത്തും ഒരു മിക്സഡ് ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് നൽകാനുള്ളത്? നേരത്തെ ജാസ്മിൻ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും ധാരാളം ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലും ഇന്ത്യൻ ഇക്കോണമിക്ക് ഒരു റിസീലിയൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നിക്ഷേപകരെ സംബന്ധിച്ചൊരു അല്പം ആശ്വാസം പകർന്നത്. ഒരുപക്ഷെ പല അനലിസ്റ്റുകളും വലിയ തോതിൽ ഇടിവിലേക്ക് നീങ്ങിയേക്കാം, ഒരുപക്ഷെ ആരംഭിക്കുന്ന ഒരു ഗ്യാപ് ഡൗണിലേക്ക് നീങ്ങിയേക്കാം എന്നടക്കമുള്ള ഒരു അനുമാനങ്ങളായിരുന്നു വീക്കെൻഡിൽ പങ്കുവെച്ചതെങ്കിൽ അവിടെ നിന്നൊക്കെ മറികടന്നുകൊണ്ട് 24,700 എന്നൊരു ലെവലും മറികടന്നുകൊണ്ട് മുന്നേറാനായിട്ട് ആദ്യത്തെ ഒരു 45 മിനിറ്റ്സ് പിന്നിടുമ്പോഴേക്കും നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ട്. അതായത് ഇന്നലത്തെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗിൽ നിന്ന് വളരെ അടുത്ത് നിന്നുകൊണ്ട് ഓപ്പൺ ചെയ്യുകയും ഒരു ഘട്ടത്തിൽ 24,800 എന്നൊരു ലെവലും മറികടക്കാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഹൈ ലെവൽസിൽ വീണ്ടും സൂചികയിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിടുകയും നിലവിൽ 24,728.6 എന്ന നിലയിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് കാണുന്നത്. ഒരു പക്ഷേ ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് തന്നെയാണ് നിക്ഷേപകരെ സംബന്ധിച്ചിട്ട് നിലവിൽ ഒരു അല്പം ആശങ്ക പരത്തുന്നത്. കാരണം കൃത്യമായിട്ടൊരു ഡിറക്ഷൻ വിപണിക്ക് സ്വീകരിക്കാൻ സാധിക്കാത്തത് തീർച്ചയായും ഒരു ബയേഴ്സിനോ അല്ലെങ്കിൽ ബുൾസിൻ്റെയോ ഏത് ദിശയിലേക്ക് നീങ്ങണം എന്ന തരത്തിലൊരു ആശങ്ക നിലവിൽ നിക്ഷേപകർക്കിടയിൽ സൃഷ്ടിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സെക്ടേഴ്സ് പരിശോധിക്കുകയാണെങ്കിലും നമ്മൾ സ്ക്രീനിൽ സൂചിപ്പിച്ചതുപോലെ ട്രേഡിംഗ് ആരംഭിച്ചപ്പോൾ ഭൂരിഭാഗം സെക്ടേഴ്സ് ഫാർമ ഒഴികെയുള്ള മിക്ക സെക്ടേഴ്സിലും നമുക്കൊരു പോസിറ്റീവ് ടോൺ ആയിരുന്നു കാണാൻ സാധിച്ചതെങ്കിൽ 45 മിനിറ്റുകൾ പിന്നിട്ട് ഏകദേശം ഒരു മാർക്കറ്റ് സെറ്റിലായി കഴിഞ്ഞപ്പോഴും കാണാൻ സാധിക്കുന്നത് ബ്രോഡർ മാർക്കറ്റിലടക്കം സെല്ലിംഗ് പ്രഷർ വളരെ ശക്തമാണ് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ വീക്കിലൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് അപ്ഡേറ്റിൽ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് പോലെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഒരു കൺസോളിഡേറ്റഡ് റേഞ്ചിൽ പോലും ഔട്ട് പെർഫോമൻസ് നടത്തിയ ഒരു സെക്ടർ ആയിരുന്നു ബ്രോഡർ മാർക്കറ്റ്, പ്രത്യേകിച്ച് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും സൂചികകൾ. എന്നാൽ ഇന്ന് കഴിഞ്ഞൊരു വെള്ളിയാഴ്ച മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും ആ ഒരു നേട്ടമെല്ലാം തന്നെ കൈവിട്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇൻഡെക്സും ഒപ്പം തന്നെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും ട്രേഡിംഗ് നടത്തി വരുന്നത്. അതിലെടുത്തു പറയേണ്ടുന്നത് നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിന്റെ ഒരു ഇടിവിന്റെ തോതാണ്. ഒരുപക്ഷെ ഇന്ന് ഏറ്റവും അധികം ഒരു വെസ്റ്റ് പെർഫോമിംഗ് സെക്ടറായിട്ട് നിഫ്റ്റിയുടെ ഈ ഒരു സ്മോൾ ക്യാപ്പ് സൂചികകൾ മാറുന്നുണ്ട്. ഇനി സെക്ടർ വൈസ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഏറ്റവും അധികം ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാങ്കിംഗ് മേഖലയിലാണ്. പ്രത്യേകിച്ചും പൊതുമേഖലാ ബാങ്കിംഗ് ഓഹരികളുടെ ഇൻഡെക്സ് ആയിട്ടുള്ള PSU ബാങ്ക് ഇൻഡെക്സിലാണ് ഏറ്റവും അധികം ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു തിങ്കളാഴ്ച നമ്മൾ നിഫ്റ്റി ബാങ്ക് സർവകാല ഉയരത്തിലേക്ക് കുതിച്ചു എന്നൊരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരാഴ്ചയ്ക്ക് ഇപ്പുറം പരിശോധിക്കുമ്പോഴേക്കും ആ ഒരു നേട്ടമെല്ലാം തന്നെ കൈവിട്ടുകൊണ്ട് ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണുന്നത്. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗിൽ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് ലാർജ് ക്യാപ്പ് ഓഹരികൾക്കാണ്. മിഡ് ക്യാപ്പ് ഓഹരികൾ ഇടയിലുണ്ടായ സ്പൈക്കൊക്കെ തന്നെ ഒരു പരിധിവരെ ഇപ്പോൾ കൈവിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. പ്രത്യേകിച്ചും നിഫ്റ്റിയുടെ PSU ബാങ്ക് സൂചികയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ വീക്കിലൊക്കെ കാനറ ബാങ്ക് പോലെയുള്ള ഓഹരികളിൽ വലിയ തോതിലൊരു പോസിറ്റീവ് മൊമെന്റം നമുക്ക് കാണാൻ സാധിച്ചു. ഇന്നിപ്പോൾ ആ നേട്ടം എല്ലാം തന്നെ കൈവിട്ടിരിക്കുകയാണ് ഇൻഡെക്സ്. ഇനി മറ്റ് സ്പെസിഫിക് ആയിട്ട് ഒരു വരികയാണ് എന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് വരുമ്പോഴേക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അതായത് മാക്രോ തലത്തിൽ നടക്കുന്ന ചില വാർത്തകൾ ഇപ്പോൾ ഇന്ത്യയുടെ ഓട്ടോ മേഖലയെ നെഗറ്റീവായിട്ട് ബാധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നുവാമയുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഓൾറെഡി ഏപ്രിൽ മുതൽ ഈ ഒരു സ്ഥിതി അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധി ഓട്ടോ മേഖല നേരിടുന്നുണ്ട് എങ്കിൽ പോലും അതിൻ്റെ ഒരു ശരിയായ മാർക്കറ്റിൽ അതിൻ്റെ ഒരു ശരിയായ റിഫ്ലക്ഷൻ ഇപ്പോൾ ഈ ഒരു ജൂൺ ജൂലൈ മാസം മുതൽ കണ്ടുവരുമെന്നാണ് നുവാമൻ അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു റിപ്പോർട്ടിൻ്റെ അപ്ഡേഷൻസിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നുവാമൻ അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, ഓൾറെഡി ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സിലടക്കം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു.
റെയർ എർത്ത് എലമെന്റ്സിന്റെ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചൈന സ്വീകരിച്ചിരിക്കുന്ന നടപടികളാണ് ഇപ്പോൾ ഇന്ത്യൻ ഓട്ടോ മേഖലയ്ക്ക് തിരിച്ചടിയായിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അല്ലെങ്കിൽ ഈ ഒരു റെയർ എർത്ത് മിനറൽസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും നാച്ചുറലി അതിൻ്റെ ഒരു വലിയ ഏകദേശം ഒരു 90% അതിൻ്റെ റിസോഴ്സസ് ഹാൻഡിൽ ചെയ്യുന്നത് ചൈനയാണ്. ഈ ഒരു മേഖലയിൽ ചൈനയുടെ മൊണോപ്പൊളി, ഓൾമോസ്റ്റ് ഒരു മൊണോപ്പൊളി പോലെ തന്നെയാണ് ചൈന നിലനിൽക്കുന്നത്. ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നതിലും ചൈനയ്ക്ക് ഏറ്റവും കരുത്ത് പകരുന്നതും ഈ ഒരു നാച്ചുറൽ റിസോഴ്സ് തന്നെയാണ്. അത് തന്നെയാണ് ചൈന ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് റെയർ എർത്ത് മിനറൽസിന്റെ കയറ്റുമതിയിൽ വലിയ തോതിലുള്ള ഒരു എക്സ്പോർട്ടിൽ അല്ലെങ്കിൽ ആ ഒരു കയറ്റുമതിയെ സംബന്ധിച്ച് ചില റെസ്ട്രിക്ഷൻസ് ഇപ്പോൾ ചൈന ഏപ്രിൽ മുതൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഡിഫൻസ് ആക്ടിവിറ്റീസിനായിട്ട് റെയർ എർത്ത് മിനറൽസ് അല്ലെങ്കിൽ റെയർ എർത്ത് മാഗ്നറ്റ്സ് നൽകില്ല എന്നാണ് ചൈന അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു ഓട്ടോ മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഓട്ടോ മേഖലയിൽ തന്നെ EVയിലാണ് ഇതിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതിസന്ധി കാണാൻ സാധിച്ചിരിക്കുന്നതെന്നാണ് നുവാമയിലെ അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ചൈന നിലവിൽ ഏറ്റവും പ്രധാനമായിട്ടും ഒരു റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന മിനറൽസ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സമേരിയം, ഗഡോലിനിയം, ടെർബിയം, ഡയസ്പോറിയം, ലുട്ടീറ്റിയം, സ്കാൻഡിയം, ഇറ്റീരിയം ഈ മിനറൽസിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ളൊരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. EV ബാറ്ററികളിൽ EVയുടെ മോട്ടോഴ്സിൽ ഏറ്റവും പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നതിൽ ഇവയിൽ പല മിനറൽസുമാണ്. ഇത് തന്നെയാണ് നിലവിൽ EV അടക്കമുള്ള ഈ ഒരു ഓട്ടോ മേഖലയുടെ പ്രൊഡക്ഷനെ നെഗറ്റീവായിട്ട് ബാധിച്ചിരിക്കുന്നതെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം ഏകദേശം നിലവിലത്തെ ഒരു പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു ചൈനീസ് ഗവൺമെന്റിന്റെ ഒരു ഓർഡർ, അതായത് നിലവിൽ ഈ എക്സ്പോർട്ടിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസിൽ നിന്ന് ഒരു ഇളവ് നൽകിയിരിക്കുന്നത് 45 ദിവസം, അതായത് ഒരു ആപ്ലിക്കേഷൻ ഒരു OEM ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 45 ദിവസം എടുത്തിട്ടാണ് ആ ഒരു ആപ്ലിക്കേഷൻ ക്ലിയർ ചെയ്ത് വിടുന്നത്. അത്തരം വലിയൊരു ഗ്യാപ്പ് വരുമ്പോഴേക്കും അത് ഇന്ത്യയിലുള്ള ഓട്ടോ മേഖലയുടെ ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്ഷനെയാണ് വലിയ തോതിൽ നെഗറ്റീവായിട്ട് ബാധിച്ചിരിക്കുന്നത്. ഇത് വിപണിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് നുവാമന അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും നിലവിൽ നുവാമന അനലിസ്റ്റുകളുടെ ഒരു അഭിപ്രായത്തിൽ സൂചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രഡീഷണൽ ആയിട്ട്, അതായത് പെട്രോൾ ഡീസൽ പോലുള്ള ട്രഡീഷണൽ മോട്ടോഴ്സിനേക്കാൾ, ട്രഡീഷണൽ വെഹിക്കിൾസിനേക്കാൾ ഉപരി EV ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ EV ബേസ്ഡ് ആയിട്ടുള്ളതും ഹൈബ്രിഡ് ആയിട്ടുള്ള വാഹനങ്ങളുടെ വിൽപ്പനയാണ് ഇത് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ പ്രൊഡക്ഷനെയാണ് ഇത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിക്കുക എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. കാരണം EVയിൽ യൂസ് ചെയ്തിരിക്കുന്ന പെർമനന്റ് മാഗ്നറ്റ് സിങ്ക്രണൈസ് മോട്ടോഴ്സ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ മിനറൽസ് യൂസ് ചെയ്യുന്നത്. മറ്റ് മേഖല ഹൈബ്രിഡിനും അതിനോടൊപ്പം തന്നെ IC മോട്ടോഴ്സിലും ഈ മിനറൽസിന്റെ ഉപയോഗം ഒരു അല്പം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ വാഹനങ്ങളുടെ ഉൽപ്പാദനത്തിൽ കാര്യമായിട്ടുള്ളൊരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ കാര്യമായിട്ടൊരു ഇമ്പാക്ട് ഉണ്ടാവുകയില്ല എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതേസമയം EVയിൽ ഒരു പ്രധാന ഘടകമായതുകൊണ്ട് തന്നെ EVയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ EVയിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തിക്കാൻ കമ്പനികൾക്ക് സാധിക്കില്ല, നിയർ ടേമിൽ കമ്പനികൾക്ക് സാധിക്കില്ല എന്നാണ് നുവാമൻ അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും EVയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും റീന്യൂവബിൾ എനർജീനെയും അതിനോടൊപ്പം തന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങളെയും ഒക്കെ കൂടുതലായിട്ട് ആഗോളതലത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന സമയത്താണ് ഇത്തരം ഒരു നടപടി ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് മാത്രമല്ല ആഗോളതലത്തിലും അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായേക്കാം എന്ന് കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു റിപ്പോർട്ടിന് അടിസ്ഥാനത്തിൽ സൂചിപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു റെസ്ട്രിക്ഷൻ്റെ പ്രൈമറിലി ഏറ്റവും ആദ്യമായിട്ട് എഫക്റ്റ് ചെയ്യുക മാരുതി സുസുക്കി ആയിരിക്കും എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മാരുതി സുസുക്കിയുടെ സപ്ലൈ ജൂലൈയിൽ വലിയ തോതിൽ അത് നെഗറ്റീവായിട്ട് വന്നേക്കാം എന്ന് കൂടിയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ മാരുതിയുടെ ഇൻവെന്ററിയിലടക്കം വലിയ തോതിൽ കുറവ് വരികയും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു 2026 സാമ്പത്തിക വർഷത്തിൽ 85,000 യൂണിറ്റ്സ് ആയിരുന്നു ഉൽപ്പാദിപ്പിക്കുമെന്നായിരുന്നു ഗൈഡൻസ് നൽകിയതെങ്കിൽ ആ ഗൈഡൻസ് വെട്ടിച്ചുരുക്കിക്കൊണ്ട് 65,000 യൂണിറ്റ്സിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അവരുടെ വിത്താര ഡൊമസ്റ്റിക് തലത്തിലുള്ള വിത്താരയുടെ ലോഞ്ചും ഇപ്പോൾ വൈകിപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും ഏറ്റവും പ്രൈമറിലി മാരുതി സുസുക്കി തന്നെ ആയിരിക്കും ബാധിക്കുക എന്നാണ് ഇപ്പോൾ നുവാമൻ അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ TVS മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ തുടങ്ങിയ കമ്പനികളുടെയും ഒരു പ്രൊഡക്ഷനെ നിലവിലത്തെ ഈ ഒരു ചൈനയുടെ നടപടി കൊണ്ട് ചൈനയുടെ നടപടി കൊണ്ട് റെസ്ട്രിക്റ്റ് ചെയ്തേക്കാം എന്ന് കൂടിയാണ് സൂചിപ്പിക്കുന്നത്. നിലവിലത്തെ ഒരു പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ ഏറ്റവും പെട്ടെന്ന് അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയിൽ അല്പമെങ്കിലും മാറി നിൽക്കുന്നത് മഹീന്ദ്ര ആണെന്നാണ് നുവാമൻ അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത്. കാരണം മഹീന്ദ്രയെ സംബന്ധിച്ച്
സംബന്ധിച്ച് കമ്പനിക്ക് 2 മാസത്തിന് ആവശ്യമായിട്ടുള്ള ഇൻവെന്ററി ഓൾറെഡി കൈവശമുണ്ട് എന്നും ഇനി മുന്നോട്ടേക്ക് വരുമ്പോഴേക്കും ചൈന കൂടുതൽ ഇളവുകൾ നൽകുമെന്നൊരു പ്രതീക്ഷ കൂടി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ മഹീന്ദ്രയ്ക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു നടപടിയിൽ നിന്ന് വലിയ തോതിൽ ഇമ്പാക്ട് ഉണ്ടാവുകയില്ല എന്ന് കൂടിയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി അതേസമയം ഈ ഒരു മേജർ പ്ലേയേഴ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ EVയിലെ ഡൊമിനന്റ് പ്ലേയേഴ്സ് ആയിട്ടുള്ള എയ്തർ, ഒല ഇലക്ട്രിക് തുടങ്ങിയ കമ്പനികൾക്ക് തീർച്ചയായിട്ടും വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. കൃത്യമായ രീതിയിൽ പ്രൊഡക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ വിൽപ്പനയിലും അതിനോടൊപ്പം തന്നെ അവരുടെ ബാലൻസ് ഷീറ്റിലും അത് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഏതായാലും EVയുടെ ഈ ഒരു വാർത്തയ്ക്ക് പിന്നാലെ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഓട്ടോ മേഖലയെ സംബന്ധിച്ച് അല്പം അത്ര ആശ്വാസകരമായിട്ടല്ല മുന്നോട്ടേക്ക് നീങ്ങിയിരിക്കുന്നത്. അതിനൊരു കാരണമെന്ന് പറയുന്നത് അതായത് RBIയുടെ ഒരു മോണിറ്ററി പോളിസി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മേഖലയിൽ നമുക്കൊരു അല്പം മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു എങ്കിൽ പോലും അത് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഓട്ടോ സൂചികയ്ക്കും സാധിച്ചിട്ടില്ല. വളരെ ശക്തമായിട്ട് ഇടിവിലേക്കാണ് ഇന്നിപ്പോൾ ഓട്ടോ സൂചിക നീങ്ങിയിരിക്കുന്നത്. ഏകദേശം 0.5% മുകളിലുള്ള ഇടിവിലേക്കാണ് പോയിരിക്കുന്നത്. ഏതായാലും ഓട്ടോ മേഖലയിൽ ഈ നിലനിൽക്കുന്ന ഈ ഒരു പ്രതിസന്ധിയെ സംബന്ധിച്ചിട്ട് ആശങ്ക തീർച്ചയായിട്ടും എല്ലാ കമ്പനികളിലും കാണാൻ സാധിക്കുന്നുണ്ട്. ജാസ്മിൻ, ഇപ്പോൾ അനിലയാണ് മാർക്കറ്റിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ്സ്, എസ്പെഷ്യലി ചൈനയുടെ ഈ ഒരു റെയർ എർത്ത് മെറ്റീരിയലിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഓട്ടോ മേഖലയെ ബാധിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ഡീറ്റെയിൽ ആണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ സാർ നമ്മളിപ്പോൾ അനില പറഞ്ഞു നിർത്തിയ ആ ഒരു റെയർ എർത്ത് മെറ്റീരിയലിൻ്റെ കാര്യം തന്നെ നമുക്ക് പിക്ക് ചെയ്തു പോകാം. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഏപ്രിൽ മുതലാണ് ഈ ഒരു ചൈനയെ സംബന്ധിച്ചിടത്തോളം റെയർ എർത്ത് മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ ഒരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡൊമസ്റ്റിക് നീഡ് സേഫ് ഗാർഡ് ചെയ്യാനായിട്ട് ധാരാളം വഴികൾ ഇന്ത്യയും റെയർ എർത്ത് മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ നോക്കുന്നുണ്ട്. എസ്പെഷ്യലി ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനായിട്ടുള്ള പല കാര്യങ്ങൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ജപ്പാനിലേക്ക് റെയർ എർത്ത് മെറ്റീരിയലിൻ്റെ ഒരു കയറ്റുമതി ആ ഒരു കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡീല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 13 വർഷം പഴക്കമുള്ള ഒരു കരാർ താൽക്കാലികമായിട്ട് നിർത്തിവെക്കാനാണ് ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡിനോട് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ഇന്ത്യൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇപ്പോൾ ചൈനയുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധികൾക്ക് ഒരു തരണം ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ ഇന്ത്യ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജപ്പാനുമായിട്ടുള്ള ഈ ഒരു എഗ്രിമെൻറ്റിന് താൽക്കാലികമായിട്ടുള്ള ഒരു പോസ് ഏർപ്പെടുത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ അനിവാര്യമാണ്. കാരണം ചൈനയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകുന്ന സമയത്ത് ഇനിയും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റെയർ എർത്ത് മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ചെയ്യാൻ ഉള്ള ഒരു സാധ്യതയുള്ളത്? ജാസ്മിൻ, ഈ റെയർ മിനറൽസിനെ അല്ലെങ്കിൽ മാഗ്നറ്റ്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം നമുക്ക് എപ്പോഴും പല രീതിയിലും നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അവർ ചോദിക്കുന്നത് ലോസ് മേക്കിംഗ് കമ്പനികൾക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ പൊടുന്നതിനെ തന്നെ ഇൻസിഡൻ്റ്ലി ശനിയാഴ്ച ബിസിനസ് ലൈനിൻ്റെ ഒരു ആർട്ടിക്കിൾ വന്നു. അതുകൊണ്ട് ഞാനൊന്ന് ഇവിടെ അവതരിപ്പിക്കണമെന്ന് ആഗ്രഹം. അതായത് ബിസിനസ് ലൈനിൻ്റെ ഒരു അനാലിസിസ്, ബിസിനസ് ലൈൻ പത്രമാണ് ഞാൻ പറയുന്നത്, അവരുടെ ഒരു അനാലിസിസ് അനുസരിച്ച് ഈ FY25 റിസൾട്ട്സ് വന്നല്ലോ. ഈ റിസൾട്ട്സ് വന്നതിൽ 25 കമ്പനികൾ സ്റ്റാൻഡ് അലോൺ ബേസിസിൽ ലോസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്റ്റാൻഡ് അലോണും കൺസോളിഡേറ്റഡ് തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ സ്റ്റാൻഡ് അലോൺ എന്ന് പറയുമ്പോൾ അവരുടെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ബിസിനസ്, കൺസോളിഡേറ്റഡ് എന്ന് പറയുമ്പോൾ അവരുടെ സബ്സിഡറിയും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ടോട്ടൽ റിസൾട്ടാണ്. ഇപ്പോൾ അവർക്ക് ഫോറിനിൽ ഒരു സബ്സിഡറി ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ സബ്സിഡറി ഉണ്ട്, അല്ലെങ്കിൽ 3-4 സബ്സിഡറി കമ്പനീസ് ഉണ്ട്, ജോയിന്റ് വെഞ്ചേഴ്സ്, ഇതെല്ലാം കൂടെ കൂട്ടി വരുന്നതിനാണ് നമ്മൾ സബ്സിഡറി എന്ന് പറയുന്നത്. ആ സബ്സിഡറി എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ കൺസോളിഡേറ്റഡ് റിസൾട്ട്സ് എന്ന് പറയും. എന്നാൽ കമ്പനിയുടെ മാത്രം റിസൾട്ട്സിനെ നമ്മൾ പറയുന്നത് സ്റ്റാൻഡ് അലോൺ റിസൾട്ട്സ്. 25 കമ്പനിയുടെ സ്റ്റാൻഡ് അലോൺ റിസൾട്ട്സ് ലോസിലായിരുന്നു. എന്നിട്ടും ആ 25 കമ്പനീസും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു എന്നുള്ള. അപ്പോൾ ഉള്ളൊരു ചോദ്യം എന്ന് വെച്ചാൽ ലോസ് ആയിരിക്കുന്ന കമ്പനി സ്റ്റാൻഡ് അലോൺ ബേസിസിൽ മാത്രമാണ്, കൺസോളിഡേറ്റഡ് നോക്കണ്ട. സ്റ്റാൻഡ് അലോൺ തന്നെ നമ്മൾ റിസൾട്ട് കൊടുക്കുമ്പോൾ പേപ്പറുകളിൽ കണ്ടിട്ടില്ലേ, സ്റ്റാൻഡ് അലോൺ റിസൾട്ട്സ്, കൺസോളിഡേറ്റഡ് റിസൾട്ട്സ്. അപ്പോൾ സ്റ്റാൻഡ് അലോൺ റിസൾട്ട്സ് നെഗറ്റീവ് ആകുമ്പോൾ തന്നെ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാര്യം ഡിവിഡൻഡ് നമുക്കറിയാലോ. ഇപ്പോൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താ, ഷെയർ ഹോൾഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൂവ് തന്നെയാണ്. ആ ഡിവിഡൻഡ് എന്താണ് നമ്മളെ അറിയിക്കുന്നത്, കമ്പനി ഈസ് ഡൂയിങ് വെൽ, അല്ലേ, കമ്പനി നന്നായിട്ട് ഉണ്ടാവുന്നു, എക്സ്ട്രാ മണി, അതായത് എക്സ്പെൻസ് എല്ലാം കവർ ചെയ്ത് ബാക്കി വരുന്ന എക്സ്പെൻസസ് എല്ലാം കവർ ചെയ്തിട്ട് എക്സ്ട്രാ മണി വരുന്നതാണ് ഞങ്ങൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതൊരു താങ്ക് യു ഗിഫ്റ്റ് പോലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ കമ്പനി നന്നായിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ലോസ് മേക്കിംഗ് കമ്പനിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നു. പലർക്കും ഉള്ളൊരു സംശയം തന്നെയാണ്. ഒരു കാര്യം പറയട്ടെ, കമ്പനീസ് ആക്ട് പ്രകാരം, കമ്പനി ആക്ട് 2013 അതിലെ സെക്ഷൻ 123 ആണ് ഈ പറഞ്ഞ ഡിവിഡൻഡിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതിലൊരിക്കലും അവരങ്ങനെ പറയുന്നില്ല. ലോസ് മേക്കിംഗ് കമ്പനി കഴിയുന്നതും അവർ പറയുന്നതുപോലെ ഈവൻ ലോസ് മേക്കിംഗ് കമ്പനി ക്യാൻ ഡിക്ലെയർ ഡിവിഡൻഡ് എന്നാണ് നമുക്ക് അതിൽ നിന്ന് മാത്രം മനസ്സിലാകുന്നത്. സാധാരണ ഡിവിഡൻഡ് കൊടുക്കുന്നത് കറന്റ് ഇയർ, ഇപ്പോഴത്തെ ഇയറിലെ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത്.
ബട്ട് ചില സന്ദർഭങ്ങളിൽ ഇപ്പോഴത്തെ കൊല്ലം എന്തെങ്കിലും കാരണവശാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവില്ല. ഈ 25 കമ്പനിയുടെ എക്സാമ്പിൾ തന്നെ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഈ 25 കമ്പനി എന്ന് പറയുന്നത് അതിനകത്ത് EID പാരി എന്ന് പറഞ്ഞ ഷുഗർ കമ്പനി സ്റ്റാൻഡ് അലോൺ ലോസ് എന്ന് പറയുന്നത് 428 കോടി ലോസ് ആണ്. എന്നിട്ട് പോലും 9 റുപ്യ ഷെയർ ഡിക്ലെയർ ചെയ്തു എന്നുള്ളതാണ്. എഡൽവൈസ് ഫിനാൻഷ്യൽസിന്റെ ലോസ് 52 കോടിയാണ്. എന്നിട്ടും അവർ 1.5 റുപ്പീസ് പെർ ഷെയർ അവർ ഡിവിഡൻഡ് കൊടുത്തു എന്നുള്ള. അപ്പോൾ അതിന്റെ ലിസ്റ്റിൽ ഒരുപാട് കമ്പനി വരുന്നുണ്ട്. മെജസ്റ്റിക് ഓട്ടോ, ആൽഫ ജിയോ, KCP, ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ്, IL&FS ഇൻവെസ്റ്റ്മെന്റ് മാനേജർ, SH കേൽക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർഫ്യൂം ആൻഡ് ഫ്രേഗ്രൻസ് ഉണ്ടാക്കുന്ന കമ്പനി. ഇവരൊക്കെ സ്റ്റാൻഡ് ലോൺ രീതിയിൽ ലോസ് ആണ് അവർ ഡിക്ലെയർ ചെയ്തേക്കണം, എന്നാലും അവർ ഡിവിഡൻഡ് കൊടുത്തു. അപ്പോൾ കമ്പനീസ് ആക്ട് പറയുന്നത് നിങ്ങൾ കഴിയുന്നതും കറണ്ട് ഇയർ പ്രോഫിറ്റ്സിൽ നിന്ന് എക്സ്പെൻസ് ഒക്കെ മാറ്റി വെച്ച് ആ കിട്ടിയ പ്രോഫിറ്റ് എന്ന് വേണം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടെയാണ് ലാസ്റ്റ് കറണ്ട് ഇയർ പോയത് എങ്കിലും നിങ്ങൾക്ക് ഷെയർ ഹോൾഡർ ഫ്രണ്ട്ലി മൂവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ പ്രോഫിറ്റ്സിൽ നിന്ന് കൊടുക്കാം. പ്രീവിയസ് ഇയർ പ്രോഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ പ്രീവിയസ് പ്രോഫിറ്റ്സിനെയൊക്കെ നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും റിസർവ്സിൽ. അതിനെ നമ്മൾ പറയുന്നത് റീറ്റേൺഡ് ഏർണിങ്സ് അല്ലെങ്കിൽ ഫ്രീ റിസർവ്സ് എന്നാണ്. ആ റീറ്റേൺഡ് ഏർണിങ്സ് അല്ലെങ്കിൽ ഫ്രീ റിസർവ്സിൽ നിന്ന് നമുക്ക് എടുത്ത് നമുക്ക് ഈ കൊല്ലം ലോസിലാണെങ്കിൽ പോലും നമുക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം എന്നുള്ളതാണ്. ബട്ട് അതിന് ചെറിയ മാനദണ്ഡങ്ങൾ ഇട്ടാണ്, അത് പാലിക്കുക എന്നുള്ളതാണ്. അതായത് എന്താ പറയുക, നമ്മൾ ഡിപ്രീസിയേഷനുള്ള പ്രൊവിഷൻ മാറ്റി വെക്കണം. പിന്നെ ഈ പറയുന്ന പോലെ ലാസ്റ്റ് 3 കൊല്ലം കൊടുത്ത് ഡിവിഡൻഡിനേക്കാളും കുറവേ കൊടുക്കാവൂ. അങ്ങനെ ഒരു 3-4 കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് ഡീപ്ലി പോകുന്നില്ല. ബട്ട് ഈവൻ തന്നെ ഈ കൊല്ലം പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ്. സാധാരണ കമ്പനീസ് അത് ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഇയർ മോശമായത് എന്തെങ്കിലും ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള സർക്കംസ്റ്റൻസിലായിരിക്കാം, എന്നാലും നിങ്ങളെ വാല്യൂ ചെയ്യുന്നു. അപ്പോൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അതിന്റെ പൈസ കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഒരു വശം. വേറൊരു വശം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് പ്രൊമോട്ടർ തന്നെയാണ്. കാര്യം പ്രൊമോട്ടറിനെ സംബന്ധിച്ചപ്പോൾ ഈ പറഞ്ഞ 10-25 കമ്പനിയിൽ 30% തൊട്ട് 65-70% വരെ ഇവർക്ക് ഹോൾഡിംഗ് ഉണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് 100% ഷെയർ ഹോൾഡേഴ്സിനാണ് ഇവർ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണമെന്നുള്ള. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് അവർക്ക് തന്നെയാണെന്നുള്ളത് പറഞ്ഞു വയ്ക്കണമെന്നുള്ളതാണ്. ഞാൻ ജാസ്മിൻ ചോദിച്ച റെയർ എർത്ത് മിനറൽസിലേക്ക് വരാം. അതിൻ്റെ ഏറ്റവും വലിയ റെയർ എർത്ത് മാഗ്നറ്റ് ആണ് നമ്മൾ ഈ പറയുന്ന ഇലക്ട്രിക് വെഹിക്കിൾ മോട്ടോറിൽ യൂസ് ചെയ്യുന്നത്. അത് ചൈന ഏപ്രിൽ മുതൽ അതിൻ്റെ എക്സ്പോർട്ട് സ്റ്റോപ്പ് ചെയ്തത് കാരണം പല കൺട്രിക്കും പ്രോബ്ലം ഉണ്ട്. യൂറോപ്യൻ കൺട്രീസായിട്ട് ചില കൺട്രീസായിട്ട് അവരൊരു ഡീലിൽ എത്തിക്കഴിഞ്ഞു. വോക്സ് വാഗണിന് പെർമിറ്റ് ചെയ്തു, എല്ലാ യൂറോപ്യൻ കൺട്രീസിനും കൊടുത്തിട്ടില്ല. US ഫോർഡും ജനറൽ മോട്ടോഴ്സുമായിട്ടും അവർ പെർമിറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ കമ്പനീസിന്റെ 30 കമ്പനിയുടെ ആപ്ലിക്കേഷൻസ് ഇപ്പോഴും കിടപ്പുണ്ട്. ഏതാണ്ട് 10 കമ്പനിയുടെ ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജസിലാണ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ടോക്സിൽ കയറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നു, മനസ്സിലാക്കുന്നു. ഇതിനകത്തുള്ള ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ജപ്പാനായിട്ടുള്ള ഒരു ഇഷ്യൂ ആണല്ലോ പറയുന്നത്. നമ്മുടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ റെയർ എർത്ത് മിനറൽസ് ഉണ്ട്. ഹെവി റെയർ എർത്ത് മിനറൽസ് ഒന്നുമില്ല, എങ്കിലും ലൈറ്റ് ആയിട്ട് കുറച്ച് റെയർ എർത്ത് മിനറൽസ് ഉണ്ട്. നമ്മൾ അത് എക്സ്പോർട്ട് ചെയ്യുന്നു ജപ്പാനിലേക്ക്. അതായത് ടൊയോട്ടയുടെ ഒരു കമ്പനിക്കാണ് നമ്മൾ ചെയ്യുന്നത്. ടൊയോട്ട സൂഷോ അല്ലേ, സൂഷോ TSUSHO എന്നാണ് ആ കമ്പനിയുടെ പേര്. T സൈലന്റ് ആയതുകൊണ്ട് നമ്മൾ സൂഷോ എന്നാണ് പറയുന്നത്. ജാപ്പനീസ് നെയിമൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ആ കമ്പനീസ് കൊടുക്കുന്നത്. ആ കമ്പനീസിന് ഇന്ത്യയിൽ ഒരു സബ്സിഡറി ഉണ്ട്. നമ്മൾ ഈ ക്രിട്ടിക്കൽ മിനറൽസ് അവർക്ക് കൊടുക്കുന്നു, അവരത് പ്രോസസ്സ് ചെയ്ത് ജപ്പാനിലേക്ക് അയക്കുന്നു. ജപ്പാനിൽ ഇത് മാഗ്നറ്റ് ഉണ്ടാക്കുന്നു, ജപ്പാൻ പലയിടത്തേക്കും അത് എക്സ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കണക്ക്. ഇപ്പം നമ്മുടെ ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഇവിടെ ഈ ഏറ്റവും കൂടുതൽ നമ്മളിത് യൂസ് ചെയ്യുന്നത്, നമുക്ക് എനിക്ക് തോന്നുന്നു 460 മുതൽ 700 ടൺ വരെ നമുക്ക് എല്ലാ കൊല്ലവും ഇതിനകത്ത് ആവശ്യമുണ്ട്. ഇത് 90% തരുന്നത് ചൈനയാണ്. അപ്പം തന്നെ നമ്മൾ പെട്ടുപോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വരുന്ന എമർജിംഗ് ടെക്നോളജീസ് എല്ലാം ഡിഫൻസ് സെക്ടർ ആണെങ്കിലും ശരി, സെമി കണ്ടക്ടർ ചിപ്പ് ആണെങ്കിലും ശരി, ഇലക്ട്രിക് വെഹിക്കിൾസ് ആണെങ്കിലും ശരി, സോളാർ പാനലിലും ഒക്കെ ഈ റെയർ എർത്ത് മിനറൽസിൻ്റെ ആവശ്യമുണ്ട്. അതിൽ എസ്പെഷ്യലി EV മോട്ടോഴ്സിനാണ് EV മാഗ്നറ്റ്സ്. ഇപ്പോൾ EV മാഗ്നറ്റ്സ് ആണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മിനറൽസ് നമുക്ക് സെക്യൂർ ചെയ്യണം എന്നുള്ള ഒന്നാമത്തെ കാര്യം. അതിൻ്റെ കൂടെ മാഗ്നറ്റ്സ് ആണ് നമുക്കിപ്പോൾ പ്രശ്നമായിട്ട് എന്നുള്ള. നമ്മൾ ശരിക്കും ഈ റെയർ എർത്ത് മിനറൽസിൻ്റെ 5th ലാർജസ്റ്റ് റിസർവ് നമുക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് നമ്മൾ അത് ഉണ്ടെങ്കിലും നമ്മളിവിടെ മാഗ്നറ്റ്സ് ഒന്നും നമ്മളിവിടെ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മോണോസൈറ്റ് ഉണ്ട്. ഈ മോണോസൈറ്റ് എന്ന് പറയുന്നത് ഒരു റെഡിഷ് ബ്രൗൺ ഫോസ്ഫേറ്റ് ആണ്. ഇത് ഈ മോണോസൈറ്റ് കൂടുതലും ബീച്ച് സാൻഡിലാണ് കാണപ്പെടുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കാണുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് കേരള, തമിഴ്നാട്, ഒറീസ ആൻഡ് ആന്ധ്രാപ്രദേശ്. നമ്മുടെ ഇവിടെ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ചവറ ഭാഗത്തൊക്കെ ആ സാൻഡിൽ ഈ മോണോസൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഈ മോണോസൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ കീഴിൽ. അപ്പോൾ അവരുടെ ഒരു മിനറൽ സെപ്പറേഷൻ പ്ലാന്റ് ഉണ്ട് കൊല്ലത്ത്. അതുകൂടാതെ തന്നെ ആ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ഒരു റെയർ എർത്ത് ഡിവിഷൻ ഉണ്ട് ആലുവയിൽ. അവിടെയാണ് ഈ പറഞ്ഞ പോലെ മോണോസൈറ്റ് മറ്റേ എന്താ പറയുക ഈ റെയർ എർത്ത് ഓക്സൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണത്. ആലുവ പ്ലാന്റിലാണ് അവർ ചെയ്യണമെന്നുള്ളത് കേട്ടോ. അതുകൂടാതെ തന്നെ അവിടുന്ന് കിട്ടുന്ന മോണോസൈറ്റ് ഉണ്ടല്ലോ, ഈ ചവറയിൽ നിന്ന് കിട്ടുന്ന മോണോസൈറ്റിൽ, കൊല്ലത്ത് നിന്ന് കിട്ടുന്ന മോണോസൈറ്റിൽ ഈ തോറിയം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഈ തോറിയം എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ന്യൂക്ലിയർ പ്രോഗ്രാം
പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കൂടുതലും നമുക്കറിയാലോ, ഈ ISRO പ്രൈവറ്റ് സെക്ടർ കമ്പനീസിനൊന്നും അത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റില്ല. ഈ ISRO, VSSE അവരുടെയൊക്കെ DRDO അവരുടെ ആവശ്യങ്ങൾക്കാണ് അത് യൂസ് ചെയ്യണേ എന്നുള്ളത്. അപ്പോൾ ഈ നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയൊരു റിഫൈനിങ് മാഗ്നറ്റ് ഇത് റിഫൈൻ ചെയ്ത് മാഗ്നറ്റ് ഉണ്ടാക്കുന്ന കപ്പാസിറ്റി ഒന്നും ഇതിനകത്ത് ഇല്ല എന്നുള്ള നമുക്കുണ്ട്. വിസാഗിലും കണ്ട ഒരു ചെറിയ ഫെസിലിറ്റി ഉണ്ട്. ബട്ട് അതൊന്നൊരു കമേഴ്ഷ്യൽ യൂസിനോ EVക്കോ വേണ്ടിയിട്ടുള്ളതല്ല, അതൊക്കെ കൂടുതലും ഈ ഡിഫൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഈ പറയുന്ന പോലെ ഇതിനൊരു ഷോർട്ടേജ് ഉണ്ട് എന്നുള്ള കാര്യം വളരെ ഇതാണ്. ഇനിയിപ്പോൾ നമ്മളത് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ 3-4 കൊല്ലം എടുക്കും. അതുമല്ല സപ്ലൈ ചെയിനൊക്കെ ഉണ്ടാക്കാൻ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. അത് മാത്രമല്ല കേരളത്തിൽ അറിയാലോ, ഇത് തൊടാൻ പോയി കഴിഞ്ഞാൽ പാരിസ്ഥിതിക പ്രശ്നം ഇത് സമരങ്ങളായി മറ്റേതായി ഒരു പൊളിറ്റിക്കൽ ഹോട്ട് പൊട്ടറ്റോ ആയിട്ട് മാറും എന്നുള്ള കാര്യം ശരിയാ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം തോന്നുന്നു ഇന്ത്യൻ ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ ജപ്പാനായിട്ട് 12 കൊല്ലം, എനിക്ക് തോന്നുന്നു 2012 എനിക്ക് തോന്നുന്നു 13 കൊല്ലമായിട്ടല്ലേ 13 കൊല്ലമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് റീവിസിറ്റ് ചെയ്യാണ്. അതിന്റെ അപ്ഡേറ്റ്സ് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്നുള്ളത്. റെയർ എർത്ത് മിനറൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വരാൻ പോകുന്ന ടെക്നോളജി. നമ്മൾ ഇത്രയും നാൾ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ ഓപ്പണിംഗ് അവേഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും നാൾ നമുക്ക് വേണ്ടപ്പെട്ടിരുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറിനും കൺസ്ട്രക്ഷനും റെയിൽവേസിനും ഒക്കെ ആവശ്യമുള്ള കാര്യങ്ങളായിരുന്നു. അതായത് അയൺ, സ്റ്റീൽ, കോപ്പർ, അലൂമിനിയം അല്ലെങ്കിൽ കോൾ എന്നിങ്ങനെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മാറി നമ്മളിപ്പോൾ ഹൈ ടെക്നോളജി വരുന്ന സ്ഥലത്ത് സെമി കണ്ടക്ടർ, ചിപ്സ്, ഇലക്ട്രിക് വെഹിക്കിൾസ്, സോളാർ പാനൽസ്, ഡിഫൻസ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്ന സാധനങ്ങളിലൊക്കെ ഈ ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. യുറേനിയം, ജെർമേനിയം അല്ലെങ്കിൽ തോറിയം, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ. അത് പറയാൻ തന്നെ എനിക്ക് അറിയില്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനിയൊക്കെ നമ്മൾ ഈ റിസർച്ച് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ CFAയോ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിയോ നിസം പാസ്സായവരെയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി സർവീസോ റിസർച്ച് അനലിസ്റ്റുകളോ CFP പഠിച്ചവരോ CFA പഠിച്ചവരോ ചാർട്ടേഡ് അക്കൗണ്ടൻസോ കമ്പനി സെക്രട്ടറിയോ ഒന്നും അല്ല എടുക്കേണ്ടത്. നമ്മളിപ്പോൾ ബയോ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ അറിയുന്നവരുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ടത്തെ കാലത്തേക്ക് സ്റ്റോക്ക് റിസർച്ച് അല്ലെങ്കിൽ ഒരു അനാലിസിസിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ റെയർ എർത്ത് മിനറൽസ് നമുക്ക് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അത് സെക്യൂർ ചെയ്യുക, അതിൻ്റെ മൈൻസ് സെക്യൂർ ചെയ്യുക, അതിൻ്റെ കോൺട്രാക്റ്റുകൾ സെക്യൂർ ചെയ്യുക, മാഗ്നറ്റ്സ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഇതൊരു പുതിയ സ്റ്റാർട്ടിംഗ് ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജാസ്മിൻ, ഏതായാലും നമ്മൾ ഈ ഒരു ഫോറത്തിൽ, ഓപ്പണിംഗ് അവറിൻ്റെ ഫോറത്തിൽ ഒരുപാട് സ്റ്റോക്കുകളുടെ ടെക്നിക്കൽസും അതോടൊപ്പം തന്നെ ഫണ്ടമെന്റൽസും ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്, എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കാറുണ്ട്. അതൊന്നും തന്നെ ഒരു അഡ്വൈസോ റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ ഒന്നുമല്ല, ഒരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ്. അത്തരത്തിൽ ഇന്നും നമ്മൾ സ്പോട്ട്ലൈറ്റിലേക്ക് ഒരു സ്റ്റോക്കിനെ കൊണ്ടുവരുന്നുണ്ട്. ആ സ്റ്റോക്കിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. ജാസ്മിൻ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ സ്പോട്ട്ലൈറ്റിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കലായിട്ട് ബ്രേക്ക് ഔട്ടിന് നിൽക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫണ്ടമെന്റലി ബൈ ആവുന്നുള്ള രീതിയിലല്ല നമ്മൾ കാണുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ ഈ നോക്കുന്ന കാര്യങ്ങളിലൊക്കെ അതൊക്കെ ഒരു മാനദണ്ഡം നമ്മളാക്കുന്നുണ്ട്, അതിൻ്റെ വാല്യുവേഷനും അതിൻ്റെ ഹെൽത്തിനെസ്സും ഒക്കെ. ഇനി അതിനകത്ത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് സൈഡും കൂടെ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ് സ്പോട്ട്ലൈറ്റിൻ്റെ പ്രത്യേകത. സീ എൻ്റർടൈൻമെൻറ്റ് നമുക്ക് അന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് നല്ലൊരു ഹിറ്റ് കിട്ടിയ ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നതും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടോടുകൂടി നല്ലൊരു ഹിറ്റ് കിട്ടിയ ഒരു പ്രോഗ്രാം ആയിരുന്നു നമ്മൾ അന്ന് അത് സ്പോട്ട്ലൈറ്റ് എന്ന് പറഞ്ഞാൽ. അന്ന് നമ്മൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി റെക്കഗ്നൈസ് ചെയ്ത് പറഞ്ഞിരുന്നു. അവിടുന്ന് ഒരു 30% റിട്ടേൺ കിട്ടി. പക്ഷേ ഇത് റിട്ടേൺ തരാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, നിങ്ങളുടെ മുന്നിലേക്ക് അക്കാഡമിക് പർപ്പസിന് മാത്രമാണ് ഞങ്ങൾ ഒരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് അവതരിപ്പിക്കുന്നത്. ഇതൊരു റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസ് ആയിട്ടോ നിങ്ങൾ കാണരുത്. നിങ്ങളൊരു ഫിനാൻഷ്യൽ അഡ്വൈസറിനെയോ രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിനെ കണ്ട് മാത്രം നിങ്ങൾ സ്റ്റോക്ക് മേടിക്കേണ്ടതാണ്. ഞാൻ ഈ ഹിൻഡാൽകോനെ കുറിച്ച് പറയാൻ കാര്യം, നമ്മൾ പറഞ്ഞില്ല, ഈ സ്പോട്ട്ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എവിടുന്നെങ്കിലും ഒരു ന്യൂസ് കിട്ടും. ആ ന്യൂസിൽ നിന്നാണ് നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ജനങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അടുത്ത് അങ്ങനെ പറയുന്നതെന്നറിയോ? ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫിനാൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് മാത്രം ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമുള്ള ഒരു സബ്ജക്റ്റ് അല്ല. ഈവൻ നമ്മൾ സാധാരണ പറയുന്നത്, ഇഫ് സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഓൾ അബൌട്ട് finance and accounting, then all the chartered accountants would have been the richest person on earth. അല്ലേ? അല്ല, നമ്മൾ ഏറ്റവും നല്ല സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് എന്നും സാധാരണ മനുഷ്യരായിരുന്നു. അപ്പോൾ സാധാരണ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ ഒരു ന്യൂസ് കിട്ടുമ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്ത് നമ്മുടെ അടുത്ത് സാധാരണ ചോദിക്കുകയാണ്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് സ്റ്റോക്ക് ഐഡിയാസ് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് സൂപ്പർ മാർക്കറ്റിൽ നിന്നും റോഡിൽ നിന്നാണ്. അതേപോലെ ഒരു ബിസിനസ് ന്യൂസ് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പാസ് ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്കൊരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് കിട്ടുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് അവതരിപ്പിക്കുന്നത് എന്നുള്ള ഒരു എന്താ പറയുക, ഒരു പ്രിഫേസ് ആയിട്ട് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നു. ഈ ഹിൻഡാൽകോ ആണ് ഇന്ന് ഉൾപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക്. അതെന്തോന്ന് വെച്ചാൽ നമ്മുടെ മാർച്ച് മാസത്തിൽ ഹിൻഡാൽകോൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതൊരു ഈവന്റ് അവർ വച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അവർ റീബ്രാൻഡ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. ആ റീബ്രാൻഡ് ചെയ്യുന്ന മീറ്റിംഗിൽ അവരുടെ ചെയർമാൻ, അവരുടെ CEO, അവരുടെ CFO, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ചീഫ് ടെക്നിക്കൽ ഓഫീസർ, പിന്നെ അത് മാത്രമല്ല അവരുടെ ഒരു ഹയർ മാനേജ്മെന്റിൽ ഇരിക്കുന്ന എംപ്ലോയീസ്, അത് മാത്രമല്ല അവരുടെ ക്ലയൻസ് ഉണ്ടല്ലോ, ക്ലയൻസിനെ ഒക്കെ പലരെയും വിളിച്ച് അവർ ഫെസിലിറ്റേറ്റ് ചെയ്ത് ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തി ഒരു 1 ഡേ പ്രോഗ്രാം ആയിരുന്നു. ഞാൻ ആക്ച്വലി യൂട്യൂബിലാണ് അത് കണ്ടത്. അതിനകത്ത് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് സതീഷ് പൈ, അതിൻ്റെ MD, ഹിൻഡാൽകോൻ്റെ MD പറയുന്ന ഒരു വാക്കുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹം ഇൻഡയറക്ട്ലി പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം എന്നറിയോ, നമ്മുടെ സ്റ്റോക്ക് വളരെ അണ്ടർ വാല്യൂഡ് ആണെന്നുള്ളത്. അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ. അയാൾ പറഞ്ഞ വാക്കുകൾ ഞാൻ അങ്ങനെ തന്നെ പറയാം. യു ഹാവ് ഹ്യൂജ് റിസർവ്സ്. യു എന്ന് പറയുമ്പോൾ
നമ്മുടെ എന്താ ഷെയർ ഹോൾഡേഴ്സിനെ അഡ്രസ്സ് ചെയ്താണ് അവർ പറയുന്നത്. യു ഹാവ് ഹ്യൂജ് റിസർവ്സ് ബട്ട് അവർ സ്റ്റോക്ക് ഈസ് അറ്റ് 5 to 6 times വാല്യുവേഷൻ മൾട്ടിപ്പിൾസ്. ഓൾ ഡൗൺ സ്ട്രീം കമ്പനീസ് ആർ ട്രേഡിംഗ് അറ്റ് 8 to 9 to 10 times. എന്നാൽ നമ്മൾ 5 to 6 മൾട്ടിപ്പിൾസിലാണ് ട്രേഡ് ചെയ്യണേ, വിച്ച് ഗിവ്സ് us a feeling that the stock is undervalued എന്നുള്ള. അപ്പോൾ അവർ ഈ റീബ്രാൻഡ് ചെയ്യുന്ന റീപൊസിഷൻ ചെയ്യുന്ന ഒരു ഈവെന്റിലാണ് സതീഷ് പൈ ഇത് പറയണമെന്ന് ആലോചിക്കണം. അവിടെ നിന്നാണ് നമ്മൾ ഈ സ്പോട്ട്ലൈറ്റ് ഐഡിയ ആയിട്ട് നമ്മൾ ജനങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഹിൻഡാൽകോ വളരെ ലോവർ വാല്യൂഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഏതാണ്ട് 5 to 6 times PE മൾട്ടിപ്പിൾ. നമ്മളിപ്പോൾ അതിൻ്റെ PE മൾട്ടിപ്പിൾസിൽ നോക്കുകയാണെങ്കിലും EV to EBITDA എന്നുള്ള റേഷ്യോയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും അത് വളരെ അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സതീഷ് പൈ പറയുന്നത് EV to EBITDA ആണോ PE ആണോ എന്നുള്ളത് നമുക്കറിയില്ല. ബട്ട് ഈവൻ തന്നെ എന്ത് രീതിയിൽ നോക്കുകയാണെങ്കിലും ഹിൻഡാൽകോന് മാർക്കറ്റ് കൊടുത്തിരിക്കുന്ന PE മൾട്ടിപ്പിൾസ് ഉണ്ട് ഒരു കമോഡിറ്റി ആൻഡ് മെറ്റൽ പ്ലെയർ, അതായത് സൈക്ലിക്കൽ പ്ലെയർ എന്നുള്ള രീതിയാണ്. പക്ഷേ ഹിൻഡാൽകോ പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ അവിടെ നിന്നൊക്കെ ഒരുപാട് മാറി കമോഡിറ്റി കൺവെർട്ടറിൽ നിന്ന് മാറി നമ്മൾ പ്രോഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയും, നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറി നമ്മൾ മുകളിലേക്ക് നോക്കി, നമ്മൾ കേരളത്തിൽ താഴെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന എല്ലാ കെട്ടിടത്തിൻ്റെ മുകളിലും വീടുകളിലും ബിൽഡിങ്ങുകളുടെ മുകളിലും നമ്മൾ ഹിൻഡാൽകോ റൂഫിംഗ് ഷീറ്റ്സ് ആണ്. ഈ റൂഫിംഗ് ഷീറ്റ്സ് എന്ന് പറയുന്ന കാര്യം ഒരു പ്രോഡക്റ്റ് ആണ്, അതൊരു മെറ്റലായിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യണേ. അപ്പോൾ ഹിൻഡാൽകോ എന്താ സാധാരണ മെറ്റലോ കമോഡിറ്റിയോ ഉപയോഗിച്ച് അതിനെ കൺവേർട്ട് ചെയ്ത് ഹൈ വാല്യൂ കൺസ്യൂമർ പ്രോഡക്റ്റ് ആയിട്ട് വളരെ പ്രീമിയത്തിലാണ് സെല് ചെയ്യണത്. ഞങ്ങളൊരു കൺസ്യൂമർ കമ്പനിയാണ്, ഞങ്ങളെ എന്തിനാണ് ഒരു കമോഡിറ്റിയുടെ വാല്യൂഷൻ അല്ലെങ്കിൽ ഒരു സൈക്ലിക്കൽ മെറ്റൽ കമ്പനിയുടെ വാല്യൂഷനിൽ ഞങ്ങളെ ട്രേഡ് ചെയ്യിപ്പിക്കുന്നതെന്നാണ് സതീഷ് പൈ ചോദിച്ചിരിക്കുന്നത്. അതൊരു കണക്കിന് വാസ്തവം തന്നെയാണെന്നുള്ളത്. അതുകൊണ്ട് സ്റ്റോക്ക് റീറേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. സതീഷ് പൈ അങ്ങനെ പറയുന്നില്ല, എന്നാലും നമുക്ക് മനസ്സിലാകണം സ്റ്റോക്ക് റീറേറ്റ് ചെയ്യണം. എത്രത്തോളം റീറേറ്റ് ചെയ്യണം? നമ്മുടെ ഒരു കേദാർ പ്രഭുവും നമ്മുടെ റമീസും അഭിജിത്തും ഒക്കെ ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തിട്ട് പറയുന്നത് ഏതാണ്ട് 50% തൊട്ട് 80% വരെ എന്താ പറയുക ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ സ്റ്റോക്കിൽ വരണം എന്നാണ് പറയുന്നത്. കാര്യം ഉദാഹരണം നമുക്ക് നോക്കാം. അവർ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കൊരു ഡീറ്റെയിൽ തരുന്നുണ്ട്. അതായത് ഒരു കമ്പനിയുടെ EPS, അത് ഹിൻഡാൽകോ ആണെന്ന് വിചാരിക്കുക, ജസ്റ്റ് എക്സാമ്പിൾ, അത് കറക്റ്റ് അല്ല. EPS 80 രൂപയാണെന്ന് വിചാരിക്കുക. ഈ 80 രൂപ കമ്പനി 6 PE മൾട്ടിപ്പിൾസിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം PE മൾട്ടിപ്ലൈഡ് ബൈ EPS എന്നാണല്ലോ. EPS 80 രൂപ, PE മാർക്കറ്റ് കൊടുക്കുന്നത് 6 രൂപ. അപ്പോൾ എത്ര? 80 into 6 gives you 480 അല്ലേ? ആ ഏർണിങ്സ് പെർ ഷെയറിന് മാർക്കറ്റ് 6 രൂപയാണ് കൊടുക്കണമെങ്കിൽ ആ 80 രൂപയെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റോക്ക് പ്രൈസ് 480 ആയിരിക്കണം അല്ലേ? നമ്മൾ സെക്കൻഡ് സിനാരിയോ നോക്കാം. ഏർണിങ്സ് പെർ ഷെയർ 80 തന്നെയാണ്, എന്നാൽ PE മാർക്കറ്റ് കൊടുക്കുന്നത് 9 times ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എത്രയായി? അപ്പോൾ 9 times എന്ന് പറയുമ്പോൾ 80 multiplied by 80 EPS multiplied by PE of 9 gives you 720. അപ്പോൾ 6 PE കൊടുക്കുമ്പോൾ കമ്പനി 480 ട്രേഡ് ചെയ്യണം അല്ലേ? 6 PE കൊടുക്കുമ്പോൾ 6 multiplied by 80 is 480 ട്രേഡ് ചെയ്യണം. എന്നാൽ അതേ 80 EPSന് നമ്മൾ 9 കൊടുക്കാൻ നേരത്ത് 720 ട്രേഡ് ചെയ്യണം എന്നാണ്. അപ്പോൾ സതീഷ് പൈ പറഞ്ഞേക്കാൻ എന്താ? നമ്മൾ 6 to 5 PE മൾട്ടിപ്പിൾസ് ആണ് മാർക്കറ്റ് നമ്മളെ വാല്യൂ ചെയ്യണേ. നമ്മളെ മറ്റുള്ള ഡൗൺ സ്ട്രീം കമ്പനീസ് പോലെ 9 timesലും 10 timesലും വാല്യൂ ചെയ്യണമെന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ എത്രയായി? 50 to 80% അപ്രീസിയേഷൻ ആയി എന്നുള്ള ഈ ഒരു ഇൻഫർമേഷനാണ് നമ്മൾ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്ത് ഹിൻഡാൽകോൻ്റെ മുന്നിൽ നമ്മൾ അവതരിപ്പിച്ചതെന്നുള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് ബേസിക്കലി ഹിൻഡാൽകോൻ്റെ ഒരു റാഷണൽ. ഇത് വീണ്ടും ഞങ്ങൾ പറയുന്നത് ഇതൊരു അഡ്വൈസ് അല്ല. ഹിൻഡാൽകോൻ്റെ ബിസിനസ് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു നമുക്കൊരു 3-4 മിനിറ്റ് ഉണ്ട്, അതിൽ പറഞ്ഞു വെക്കാൻ തോന്നുന്നു. ഹിൻഡാൽകോൻ്റെ മെയിൻ ലൈൻ ഓഫ് ബിസിനസ് 2 മെറ്റൽസ് ആണ്, അലൂമിനിയം ആൻഡ് കോപ്പർ. ഈ അലൂമിനിയം എന്ന് പറയുന്നത് 3 സ്റ്റേജിലാണ് ഹിൻഡാൽകോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് അപ്സ്ട്രീം, അതായത് അപ്സ്ട്രീം, മിഡ് സ്ട്രീം, ഡൗൺ സ്ട്രീം, ഇങ്ങനെ 3 രീതിയിലാണ് അലൂമിനിയത്തിന്റെ സെക്ഷനിൽ ഹിൻഡാൽകോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇവർ ബോക്സൈറ്റ് മൈൻ ചെയ്തെടുക്കുന്നു. ബോക്സൈറ്റിനെ മൈൻ ചെയ്തെടുത്തിട്ട് അലൂമിന എന്ന് പറഞ്ഞ പൗഡറായിട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് അലൂമിനിയ ബോക്സൈറ്റിൽ നിന്ന് കൺവേർട്ട് ചെയ്യണം. അലൂമിനെ സ്മെൽറ്റ് ചെയ്ത് അലൂമിനിയം ഉണ്ടാക്കും. ഇതാണ് അവരുടെ ഡൗൺ സ്ട്രീം ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നോവെലിസ് എന്ന് പറഞ്ഞ ഇവർക്കൊരു സബ്സിഡറി ഉണ്ട്, അലൂമിനിയം മേക്കർ US-ൽ. അതിന് ഈ എന്താ പറയുക, ഈ അപ്സ്ട്രീം കാറ്റഗറിയിൽ ഒരു റോളും ഇല്ല. ഈ മിഡ് മുതലാണ് നോവെലിസിനും ഹിൻഡാൽകോനും ഒരു എന്താ പറയുക വാല്യൂ ആഡഡ് പ്രോഡക്ട്സിലേക്ക് വരുന്നത്. ഈ ഉണ്ടാക്കുന്ന അലൂമിനിയത്തിനെ മെറ്റൽ കാസ്റ്റിംഗ് ആക്കുന്നു, അല്ലെങ്കിൽ അത് റോൾ ചെയ്യുന്നു. അങ്ങനത്തെ രീതികളാണ് അവർ ചെയ്യുന്നത്. അതായത് ഒരു എൻ പ്രോഡക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഡിൽ വർക്കാണ് അവർ ചെയ്യുന്നത്. അതിനാണ് മിഡ് സ്ട്രീം എന്ന് പറയുന്നത്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഹിൻഡാൽകോ ഒരു മെറ്റലിനെ കൺവേർട്ട് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ് ആയിട്ട് ആക്കുന്നതിൻ്റെ മിഡിൽ സർവീസസ് ചെയ്യുന്നത്.
അവിടെ നോവലിസം പാർട്ടാവുന്നു. കാര്യം നോവലിസ് എന്ന് പറയുന്നത് US-ലാണ്. അവർ വേൾഡിലെ ലാർജസ്റ്റ് അലൂമിനിയം റീസൈക്കിളറാണ്. അവർക്കും മറ്റുള്ള അലൂമിനിയം സ്ക്രാപ്പ് കിട്ടി അത് റീസൈക്കിൾ ചെയ്ത് ഈ പറയുന്ന പോലെ പല അലൂമിനിയം ഷീറ്റ്സും റോൾസും ഒക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മിഡിൽ പാർട്ട് എന്നത്. ഇനി നമ്മൾ പറയുന്നത് ഡൗൺ സ്ട്രീം എന്നാണല്ലോ സതീഷ് ഭായും പറഞ്ഞത്. എന്തുകൊണ്ട് ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് കൺസ്യൂമറിനെ എഫക്ട് ചെയ്യുന്ന പ്രോഡക്റ്റ്. ഓക്കെ, അപ്പം മെറ്റലിനെ എടുത്ത് ഹൈ മാർജിൻ ഹൈ വാല്യൂ ഓക്കെ കൺസ്യൂമർ പ്രോഡക്റ്റ് ആയിട്ട്, കാര്യം അവിടെ മെറ്റലിന്റെ പ്രൈസസിനെ അഫക്ട് ചെയ്യില്ല എന്നുള്ളതാണ്. അവിടെ എന്താണ് ഉണ്ടാക്കുന്നത്? അവിടെ ഈ ഉണ്ടാക്കുന്നത് കംപ്ലീറ്റ് ക്യാൻസ്, ഫോയിൽസ്, ഷീറ്റ്സ്. ക്യാൻസ് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന റെഡ് ബുൾ, കൊക്കക്കോള, പെപ്സി, പിന്നെ എന്തൊക്കെ നിങ്ങൾ ഡ്രിങ്കുകൾ കാണുന്നോ അതിൻ്റെയൊക്കെ ക്യാൻസിൻ്റെ ഏറ്റവും വലിയ സപ്ലയർ നോവേലിസും ഹിൻഡാൽക്കോ ആണെന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞു വെക്കേണ്ടത്. അതേപോലെ നിങ്ങൾ കാണുന്ന റൂഫിംഗ് ഷീറ്റ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഡൗൺ സ്ട്രീം ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൊക്കക്കോള ക്യാൻ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹിൻഡാൽക്കോൻ്റെ പ്രോഡക്റ്റ് ആണെന്നുള്ള, അപ്പോൾ കൺസ്യൂമർ പ്രോഡക്റ്റ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു വെക്കുന്നു. ഇതാണ് അതിൻ്റെ അലൂമിനിയം ബിസിനസ്സിന്. കോപ്പർ ബിസിനസ് പറഞ്ഞാൽ ഇവർക്ക് കോപ്പർ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ബിസിനസ്സൊന്നും അവരില്ല. അവർ അപ് സ്ട്രീമിൽ അവരൊട്ടും ഇല്ല. കോപ്പർ അവർ ബേസിക്കലി ചെയ്യുന്നത് അവർ റോ കോപ്പറൊക്കെ മേടിച്ച് മൈനേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർ മേടിച്ചിട്ട് അവർ സ്മെൽറ്റ് ചെയ്ത് റിഫൈൻ ചെയ്തിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. അത് കൂടുതലും ഈ പറയുന്ന പോലെ റോഡ്സ് ഉണ്ടാക്കുന്നു, കോപ്പർ റോഡ്സ്, കേബിൾസ് ഉണ്ടാക്കുന്നു, ഈ പറയുന്ന പോലെ ഇലക്ട്രോണിക്സിന് വേണ്ടിയിട്ടുള്ള കാത്തോഡ്സ് ഒക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു ലിമിറ്റഡ് സപ്ലൈ ചെയിൻ അല്ല, എന്താ പറയുക, വാല്യൂ ചെയിനാണ് കോപ്പറിലുള്ളത്. അലൂമിനിയം ഒരു ഫുൾ വാല്യൂ ചെയിൻ ആണെന്നുള്ളത്. ബട്ട് കോപ്പറിലും ഈ പറയുന്ന പോലെ കോപ്പർ സ്മെൽറ്റ് ചെയ്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമില്ല. അവർക്ക് കോപ്പർ മൈനിങ് ഇല്ല എന്നേ ഉള്ളൂ. ഹിന്ദുസ്ഥാൻ കോപ്പറാണ് അതിൻ്റെ മെയിൻ ആളെന്ന് പറഞ്ഞാൽ ലിസ്റ്റഡ് കമ്പനി. ഹിൻഡാൽക്കോ ചെയ്യുന്നത് ഇത് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രം. പക്ഷേ ഹിൻഡാൽക്കോൻ്റെ ഗ്രോത്ത് പറഞ്ഞിരിക്കുന്നത് എവിടെയെന്നറിയോ? ഇനി വരാൻ പോകുന്ന ഇലക്ട്രിക് വെഹിക്കിൾസിലൊക്കെ ഈ ആവശ്യമുള്ളത് കോപ്പർ ആണെന്നുള്ളതാണ്. അപ്പോൾ അത് കോപ്പർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവരൊരു കമോഡിറ്റി കൺവേർട്ടറിൽ നിന്ന് മാറി ഹൈ വാല്യൂ കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടാക്കുന്ന കമ്പനിയായി റീബ്രാൻഡ് ചെയ്യുന്നു, റീപൊസിഷൻ ചെയ്യുന്നു, ഹയർ വാല്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നു. 45,000 കോടി അവർ എക്സ്പാൻഷൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ എയറോനോട്ടിക്സും അങ്ങനത്തെ കാര്യങ്ങൾ ഏവിയേഷനും സ്പേസും ഒക്കെ വരുമ്പോൾ കോപ്പറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഭയങ്കര കൂടുതലാണ്. അവർ FY25 റവന്യൂ എന്ന് പറഞ്ഞാൽ 2,38,496 കോടിയാണ്. 2,50,000 കോടിയോളം അടുപ്പിച്ച് അവർക്ക് സെയിൽസ് ഉണ്ട്. അവരുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 16,000 കോടിയാണെന്നുള്ളതാണ്. അവരുടെ മാർക്കറ്റ് ക്യാപ്പ് 1,43,000 കോടിയും അവരുടെ മാർക്കറ്റ് പ്രൈസ് 650 രൂപയാണ് നമ്മൾ ആദ്യം കാണുന്നത്. 72 രൂപ EPS ആണ് അവർ ട്രേഡ് ചെയ്യുന്നത്. പ്രൈസ് ടു ബുക്ക് എന്ന് 1.18 ആണ്. അത് റിലേറ്റീവ്ലി അത് ബുക്ക് വാല്യൂവിന് അടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വളരെ മാനേജബിൾ ആണ്, 0.5 എന്നുള്ളത്. ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ 0.5% ഉള്ളൂ, 35 രൂപയാണ് പെർ ഷെയർ ഉള്ളത്. പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ 34.64% ആണ് അതിൻ്റെ ഹോൾഡിംഗ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഹിൻഡാൽക്കോൻ്റെ ഫണ്ടമെന്റൽസ് ഇതാണ്. ബേസിക്കലി ഇതൊരു സ്റ്റോക്ക് ഐഡിയ അല്ല. നമ്മൾ ആ കിട്ടിയ ഒരു ന്യൂസിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു ആക്ഷണബിൾ ഐഡിയ, അതായത് നമ്മളിവിടെ ഇരിക്കുന്നത് കാര്യങ്ങൾ നിങ്ങൾക്ക് സിമ്പിളാക്കി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണെന്നുള്ളല്ലോ. അപ്പോൾ അതിനകത്ത് കൂടുതൽ ഫണ്ടമെന്റൽസ് ഒന്നും നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുന്നില്ല. അതായത് നിങ്ങൾ കാണുന്ന ന്യൂസിൽ നിന്നും വഴിയിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്റ്റോക്ക് ഐഡന്റിഫൈ ചെയ്യാമെന്നാണ്. നിങ്ങൾ ഇനി പെപ്സിയോ റെഡ് ബുള്ളോ അതേപോലെ കൊക്കക്കോളയോ കാണുമ്പോൾ മനസ്സിലാക്കുക അതൊരു ഹിൻഡാൽക്കോൻ്റെ പ്രോഡക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവറിൻ്റെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സംസാരിച്ച സ്റ്റോക്കുകളൊന്നും തന്നെ ഒരു അഡ്വൈസ് അല്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഡിസ്ക്ലെയിമറായിട്ട് പറഞ്ഞു വയ്ക്കുന്നു. ഇന്നിപ്പോൾ കൂടുതൽ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് അടുത്ത മണിക്കൂറിൽ വീണ്ടും ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.